സാറ് പെട്ടെന്ന് പെട്ടെന്ന് വരും പറഞ്ഞോ. ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ സാറേ നമ്മുടെ
അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിപാടികൾ ആരംഭിക്കും. 59ാമത് ജവഹർലാൽ നെഹ്റുവിന്റെ ചരമദിനം. ഉദ്ഘാടന സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഉദ്ഘാടന സമ്മേളനത്തില് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്, നമ്മുടെ ഈ 2 ദിവസത്തെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ MP അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് അവറുകളാണ്. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി. സാർ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ചന്തമേറിയ പൂവിലും ശബളാഭമാം ചലഭത്തിലും സന്തതം കരചാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാല കളർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. സെഷന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയന്റെ ആരാധനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KC സുബ്രഹ്മണ്യൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ സ്വാഗതം. നമ്മുടെ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം, ജില്ലാ സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപക ദിന സമ്മേളനം, അതോടൊപ്പം തന്നെ നേതൃത്വ ക്യാമ്പ്, ഇങ്ങനെ 4 പരിപാടികൾ നമ്മുടെ സംഘടന വർഷങ്ങളായി പരിപാലിച്ചും നടത്തിക്കൊണ്ട് പോകുന്നത്. നമുക്കറിയാം, ഒരു ക്യാമ്പിൽ വളർന്നു വരുന്ന നേതാക്കളെ വാർത്തെടുക്കുക, ആ ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ക്യാമ്പ്, നേതൃത്വ ക്യാമ്പ് നമ്മളിവിടെ ഇന്നും നാളെയുമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവവും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഈ പ്രസ്ഥാനം എപ്പോഴും മാതൃപ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിലെയും അതുപോലെ തന്നെ ആശയങ്ങളിലെയും ഒതുക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ഗസറ്റ് ജീവനക്കാരുടെ കരുത്തായ ഒരു സംഘടനയാണ് കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ. ഇതിൻ്റെ കഴിഞ്ഞ സമ്മേളനം തിരുവല്ലയിൽ നമ്മൾ നടത്തുകയും അതോടനുബന്ധിച്ച് നമ്മൾ ചർച്ച നടത്തി. അതിനു മുന്നേ കോഴിക്കോട് നടന്ന കൗൺസിലിൽ നമ്മൾ ചർച്ച നടത്തി നമുക്കൊരു മാർഗരേഖ നമ്മൾ ഉണ്ടാക്കുകയും അത് ഫൈനലൈസ് ചെയ്ത് ഇന്നും നാളെയുമായിട്ടെന്നുള്ള നടക്കുന്ന ക്യാമ്പ് നമ്മൾ ചർച്ച ചെയ്ത് അടുത്ത ദിവസം തന്നെ ആ മാർഗരേഖ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. അതെല്ലാം നമുക്ക് ക്യാമ്പിൽ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഓരോരുത്തരും നമ്മുടെ സംഘടന എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ആ ചർച്ചയിൽ നമ്മളെല്ലാം വിശദമായിട്ട് സംസാരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ഔപചാരികമായ കടമയിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, പ്രസ്ഥാനത്തിന് ചെറിയ കാലയളവിൽ ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും മാതൃപ്രസ്ഥാനം ഇടപെട്ടുകൊണ്ട്
അതെല്ലാം തീർത്ത് ഇന്ന് നമ്മുടെ സംഘടനയെ കരുത്തോടെ നയിക്കുന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എ അബ്ദുൽ ഹാരിസ് സാറാണ് ഇതിന് അധ്യക്ഷം വഹിക്കുന്നത്. ഈ സംഘടനയെ 7-8 മാസമായി വളരെയധികം കരുത്തോടെയും മറ്റ് സെറ്റ് സംഘടനകളെ പോലും അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായി വിഭിന്നമായ രീതിയിൽ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുന്ന ആരാധനീയ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എ അബ്ദുൽ ഹാരിസ് സാറിനെ അധ്യക്ഷം വഹിക്കുന്ന ഈ ചടങ്ങിലേക്ക് അധ്യക്ഷനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ തൻ്റെ നിലപാടുകൾ കൊണ്ട് വ്യത്യസ്തനായ ഒരു നേതാവാണ് ശ്രീ അടൂർ പ്രകാശ് സാർ. കോന്നി മണ്ഡലത്തിൽ വർഷങ്ങളോളം MLA-യും മന്ത്രിയുമായിരുന്ന് നമുക്ക് കിട്ടാതിരിക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലം നമ്മുടെ പ്രസ്ഥാനം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും അത് തിരിച്ചു പിടിക്കാനുള്ളൊരു ചാർജ് അദ്ദേഹത്തിന് കൊടുക്കുകയും എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനവും സാറിൻ്റെ ആ തീക്ഷ്ണമായിട്ടുള്ള ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലം പിടിച്ചെടുത്ത കരുത്തനായ നേതാവാണ് ശ്രീ അടൂർ പ്രകാശ് സാർ. അദ്ദേഹത്തെയാണ് നമുക്കിന്ന് ഉദ്ഘാടനമായി കിട്ടിയിരിക്കുന്നത്. ശ്രീ അടൂർ പ്രകാശ് സാറിനെ സഹർഷം നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ മാതൃപ്രസ്ഥാനം ചാർജ് കൊടുത്തിരിക്കുന്ന ഉപദേശവും മറ്റു കാര്യങ്ങളും ചെയ്തു തരുന്ന ആരാധനായ KPC ജനറൽ സെക്രട്ടറി ശ്രീ സുബന്ധ് സാറെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന ട്രഷറർ ശ്രീ ഗോപകുമാർജി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ബീന പൂവത്തിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സുബൈർകുട്ടി സാഹിബ്, സംസ്ഥാന സെക്രട്ടറി ശ്രീ പി ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിജു രാമചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി ശ്രീ രാജേഷ് സാർ, അതുപോലെ തന്നെ അസോസിയേറ്റ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി ശ്രീ കുര്യാക്കോ സാർ ഉൾപ്പെടെയുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ നേതാക്കളുമായി എത്തിച്ചേർന്നിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരും അതുപോലെ തന്നെ ഈ സംഘടനയെ ഭാവിയിൽ നയിക്കേണ്ട എല്ലാ നേതാക്കളെയും ഒരിക്കൽ കൂടി ഈ ക്യാമ്പിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിവാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് KGou. നമുക്ക് ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ അടൂർ പ്രകാശ് സാറിന് നമ്മളെ ഏവരെയും പരിചയപ്പെടണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ സംഘടനയിൽ വഹിക്കുന്ന സ്ഥാനം, നമ്മുടെ ഔദ്യോഗിക പദവി ഒക്കെ തന്നെ ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതൊന്ന് വിശദീകരിക്കണം. എന്നെ എല്ലാവർക്കും അറിയാം. എൻ്റെ പേര് അബ്ദുൽ ഹാരിസ്. ഞാൻ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. സ്റ്റേറ്റ് GST ഡിപ്പാർട്ട്മെന്റിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി എറണാകുളം ജില്ലയിൽ ജോലി ചെയ്യുന്നു. ഞാൻ KC സുബ്രഹ്മണ്യൻ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയറാണ്. ഇപ്പോൾ കിഫ്ബി കിലയിലെ, അതായത് പഞ്ചായത്തിലൂടെ 1000 കോടി രൂപയുടെ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന്റെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്നു. ജോലി ചെയ്യുന്നത് തിരുവനന്തപുരം, സ്വദേശം തൃശ്ശൂർ. എൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, KJ കുര്യാക്കോസ്. സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. തൃശ്ശൂരിൽ കൃഷി വകുപ്പ് അസിസ്റ്റൻ്റായിട്ട്. എൻ്റെ പേര് ഗോപകുമാർ. ഞാൻ സ്വദേശം കോട്ടയാണ്, താമസിക്കുന്ന എറണാകുളത്ത്. വ്യവസായ വാണിജ്യ വകുപ്പിൽ ഡെപ്യൂട്ടി ട്രഷററായിട്ട് വർക്ക് ചെയ്യുന്നു. സംഘടനയിലെ സംസ്ഥാന ട്രഷററാണ്. എൻ്റെ പേര് ബീന. ഞാൻ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട് മാങ്കാവ് ആഴ്ചവട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ്. എൻ്റെ പേര് സുബൈർകുട്ടി. സംഘടനയുടെ വൈസ് പ്രസിഡൻ്റാണ്. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ, തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറിയാണ്. ഞാൻ അസിസ്റ്റന്റ് ജില്ലാ വ്യവസായ ഓഫീസർ, നിലമ്പൂർ. ഞാൻ ബിനോജ്, സ്വദേശം കരുനാഗപ്പള്ളിയാണ്. സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി RIT കോട്ടയം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്യുന്നു. CV ബെന്നി, എറണാകുളം ജില്ലയിൽ നിന്നാണ്. സംസ്ഥാന സെക്രട്ടറിയാണ്. പൊതുമരാമത്ത് വകുപ്പിൽ ദേശീയപാത വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. ബ്രിജേഷ്, മലപ്പുറം ജില്ലയാണ്. സംസ്ഥാന സെക്രട്ടറിയാണ്. GST ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് കമ്മീഷണർ.
എൻ്റെ പേര് ഡോക്ടർ രാജേഷ്. ഞാൻ ആരോഗ്യവകുപ്പിൽ ജില്ലാ മലേറിയ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പം ഡോക്ടർ എം കെ മുനീർ MLA PA ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് കുര്യൻ മാത്യു. ഞാൻ സംസ്ഥാന കൗൺസിൽ മെമ്പറാണ്. പരിയാരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൊക്കേഷണൽ ടീച്ചറാണ്, കണ്ണൂർ ജില്ല. എൻ്റെ പേര് രാജേഷ് KK, കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റാണ്. പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ സനിൽകുമാർ P, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. കണ്ണൂർ വനിതാ IT പ്രിൻസിപ്പളാണ്. ഞാൻ മുഹമ്മദ് അനീസ്, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യും. ഞാൻ ഷിജിൻ മാണി, കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞാൻ കണ്ണൂർ അതുപോലെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ. വി സലീം, ജില്ലാ വെറ്റിനറി കേന്ദ്രം കൽപ്പറ്റയിൽ ഫീൽഡ് ഓഫീസറായി വർക്ക് ചെയ്യും. സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ക്ഷണിതമായി. ഞാൻ ഡോക്ടർ ബാബു വർഗീസ്, മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ സീനിയർ ലെക്ചറായിട്ട് ജോലി ചെയ്യുന്നു. ഡയറ്റിൽ Kgouവിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റും ഇപ്പോൾ Kgou ബുള്ളറ്റിൻ്റെ എഡിറ്ററുമാണ്. ഞാൻ പ്രശാന്ത്, നിലമ്പൂരാണ് സ്വദേശം. GST ഡിപ്പാർട്ട്മെൻറ്റിൽ മലപ്പുറത്ത് ഓഡിറ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. മലപ്പുറം ജില്ലയുടെ സെക്രട്ടറിയാണ്. ഞാൻ വിപിൻ, സംഘടനയിൽ തിരുവനന്തപുരം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഡോക്ടർ അരവിന്ദ് A, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ഫാർമസി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റാണ്. താങ്ക് യു. എൻ്റെ പേര് K ബിജു, പത്തനംതിട്ട ജില്ലാ ട്രഷറാണ്. ഇപ്പോൾ നിലവിൽ GST ഡിപ്പാർട്ട്മെൻറ്റിൽ നെയ്യാറ്റിങ്കര ഓഡിറ്റ് ഡിവിഷനിൽ വർക്ക് ചെയ്യുന്നു. വീട് തിരുവനന്തപുരത്താണ്, കാഞ്ഞിരംകുളം. നൗഷാദ്, GST ഓഫീസറാണ്, തിരുവനന്തപുരത്ത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഇവിടെ തന്നെ താമസവും. ഷാജഹാൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സർക്കാർ വനിതാ കോളേജ് ട്രിവാൻഡ്രം, സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറാണ്. എൻ്റെ പേര് സഫ്വാൻ, ഞാൻ വയനാട് ജില്ലാ സെക്രട്ടറിയാണ്. ഹയർ സെക്കൻഡറി അധ്യാപനമാണ് വയനാട്ടിൽ. സത്യൻ, വയനാട് ജില്ലാ പ്രസിഡന്റാണ്. വനിതാ ശിശു വികസന വകുപ്പിൽ ജില്ലാ ഓഫീസറാണ്. ഞാൻ ഷാഹുൽ അമീദ്, കാസർഗോഡ് ജില്ലയാണ് സ്വദേശം. സംഘടന സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറാണ്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്നു, കണ്ണൂർ. VK മണി, തൃശ്ശൂരാണ്, ഇരിങ്ങാലക്കുടയിലാണ്. കൊടുങ്ങല്ലൂർ കൃഷി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. എൻ്റെ പേര് ജിക്കിൽ, ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഓഫീസറാണ്, കമ്മിറ്റി മെമ്പറാണ്. ഞാൻ അഷ്റഫ്, മലപ്പുറം ജില്ലാ ട്രഷറാണ്. ആയുർവേദ വകുപ്പിൽ ജില്ലാ സെക്രട്ടറിയായിട്ട് ജോലി ചെയ്യുന്നത്. മലപ്പുറം സ്വദേശിയാണ്. എൻ്റെ പേര് സിയാദ് എന്നാണ്. ഞാൻ രജിസ്ട്രേഷൻ വകുപ്പിൽ സബ് രജിസ്ട്രാറാണ്. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ചിട്ടി ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പേര് പ്രകാശ് PG, LSTD ജോയിന്റ് ഡയറക്ടറാണ്. ഇപ്പോൾ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. ഞാൻ അനിൽ KK, ഇടുക്കിയിലാണ് വീട്. ഇടുക്കി ജില്ലാ സെക്രട്ടറിയാണ്. ജോലി ചെയ്യുന്നത് എറണാകുളം ജോയിന്റ് ഡയറക്ടർ ഓഫീസിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. സാബു ജോൺ, ഇടുക്കി കളക്ടറേറ്റിലെ ഫിനാൻസ് ഓഫീസറാണ്. സംസ്ഥാന സമിതി അംഗമാണ്. ഞാൻ KN മോഹൻദാസ്, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ അക്കൗണ്ട്സ് ഓഫീസറാണ്. സംസ്ഥാന കൗൺസിൽ അംഗമാണ്. ഞാൻ രാജേഷ് ബേബി, ഇടുക്കി ജില്ലാ ട്രഷറാണ്. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിൽ ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. തൊടുപുഴയിലാണ് സ്വദേശം. ഞാൻ ഐഷ, പാലക്കാട് ജില്ലയിലെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. LSTDയിലെ പഞ്ചായത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഹാഷിം എന്നാണ്. ഞാൻ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിലെ സീനിയർ സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുന്നു. സ്വദേശം പേരൂർക്കട സാറിൻ്റെ അടൂർ സാറിൻ്റെ മണ്ഡലത്തിലാണ്. കരകുളം പഞ്ചായത്തിൽ വടയിലെ എന്ന സ്ഥലത്താണ്. ഞാൻ ആ പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡൻ്റാണ്. ഒരു പ്രോഗ്രാമിന് അടൂർ പ്രകാശ് സാറ് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് 2 വർഷം മുമ്പ്, ഓണാഘോഷ പരിപാടി. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്.
ഇനി വിളിക്കുന്നുണ്ട് സാർ. ഇനി വിളിക്കുന്നുണ്ട്. എൻ്റെ പേര് ജയശങ്കർ പ്രസാദ്. ഞാൻ കോട്ടയം ജില്ലാ ഇപ്പോൾ എറണാകുളം ഡിവിഷണൽ എംപ്ലോയ്മെൻറ്റ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. കോട്ടയം സ്വദേശമാണ്. കൊളത്തൂർ നാരായണൻ, കാസർഗോഡ് ജില്ലാ സ്വദേശിയാണ്. സംഘടനയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. GST വകുപ്പിൽ അസിസ്റ്റന്റ് കമ്മീഷണർ. ഞാൻ ഡോക്ടർ KV പ്രമോദ്, കാസർഗോഡ് ജില്ലാ ട്രഷറാണ്. സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഇവിടെ ചെമ്മനാട് പഞ്ചായത്തിലും മെഡിക്കൽ ഓഫീസറായിട്ട് ആരോ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നു. ഞാൻ വേണുഗോപാലൻ, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റാണ്. നീലേശ്വരം സ്വദേശിയാണ്. കാസർഗോഡ് ഡിസ്ട്രിക്ട് കോർട്ടിൽ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റാണ്. സഞ്ജീവ്, മലപ്പുറത്ത് സഹകരണ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജു. എൻ്റെ സ്വദേശം പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് സഹകരണ വകുപ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. മലപ്പുറം ജോയിന്റ് ഡയറക്ടർ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ മധു, മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റാണ്. എൻ്റെ സ്വദേശം കണ്ണൂർ ജില്ല മട്ടന്നൂരാണ്. കഴിഞ്ഞ 6 വർഷമായി ഞാൻ മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത്. അനിൽകുമാർ, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റാണ്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ അക്കൗണ്ട്സ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. കോഴിക്കോടാണ് സ്വദേശം. ഞാൻ ഡോക്ടർ ഷാജു പ്രഭ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ക്ഷണിതാവാണ്. കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് കെമിക്കൽ എക്സാമിനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ G സിദ്ധാർത്ഥൻ, പിന്നോക്ക സമുദായ വികസന വകുപ്പിൻ്റെ ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. തിരുവനന്തപുരം പബ്ലിക് ഓഫീസ് ബ്രാഞ്ച് സെക്രട്ടറിയാണ്. സുനിൽ കുമാർ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. കോഴിക്കോട് ജില്ലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ക്ഷണിതാവ്. ഞാൻ M മുഹമ്മദ് സലീം, കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൽ തിരുവനന്തപുരം നഗരസഭ ഓഡിറ്റിൽ ഓഡിറ്റ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. KGO തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റാണ്. നമസ്കാരം. ഷുബു ഷഹീദ്, തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ക്ഷണിതാവാണ്. തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രം അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസറായി ജോലി ചെയ്യുന്നു. എൻ്റെ പേര് രാമേന്ദ്രൻ നായർ, ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റാണ്. അച്ചടി വകുപ്പിലെ ജില്ലാ ഓഫീസറായിട്ട് പത്തനംതിട്ടയിൽ വർക്ക് ചെയ്യുന്നു. മുഹമ്മദ് സലി, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ്. മലപ്പുറത്ത് GST ഡിപ്പാർട്ട്മെൻറ്റിൽ ST ആയിട്ട് വർക്ക് ചെയ്യുന്നു. സ്വദേശം പത്തനംതിട്ട. എൻ്റെ പേര് മനോജ്, തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്തു വരുന്നു. തൃശ്ശൂർ ജില്ലയിലെ ട്രഷറാണ്. അശോകൻ PU, ഡെപ്യൂട്ടി സ്റ്റേറ്റ് ലൈബ്രറിയൻ, സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി, സംസ്ഥാന കമ്മിറ്റി അംഗം, കോഴിക്കോട് സ്വദേശിയാണ്. ഹരിദാസ്, പാലക്കാട് ജില്ലാ പ്രസിഡന്റാണ്. LSGDയിൽ ഇന്റേണൽ വിജിലൻസ് ഓഫീസറായി പ്രവർത്തിക്കുന്നു. ഗിരീഷ് വി, പാലക്കാട് ജില്ലയിലെ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. സംസ്ഥാന കൗൺസിൽ അംഗമാണ്. എൻ്റെ പേര് അനിൽ സാം, പാലക്കാട് ചിറ്റൂർ സ്വദേശിയാണ്. ജില്ലാ ലേബർ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഞാൻ സുനിൽ കുമാർ, പാലക്കാട് ജില്ലയിലെ മലമ്പുഴ വനിതാ ITയിലെ സീനിയർ സൂപ്രണ്ടാണ്. സംഘടനയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. സലീം, പാലക്കാട് സ്വദേശിയാണ്. സഹകരണ വകുപ്പിൽ മലപ്പുറം ജില്ലയിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറായി ജോലി ചെയ്യുന്നു. പേര് സുജിത്ത്, ഷാഫി പറമ്പിൽ MLയുടെ PA ആയിട്ട് 12 വർഷമായി ജോലി ചെയ്യുന്നു. എൻ്റെ ലീന് തിരുവനന്തപുരം മ്യൂസിയം ഡിപ്പാർട്ട്മെൻറ്റിലെ എഡ്യൂക്കേഷൻ ഓഫീസറാണ്. ഞാൻ വിനയൻ, ജില്ലാ വൈസ് പ്രസിഡന്റാണ്. അക്കൗണ്ട്സ് ഓഫീസറായിട്ട് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ട്രെയിനിങ് സെന്റർ, കോഴിക്കോട്. എൻ്റെ പേര് ദിനേഷ് കുമാർ, കോഴിക്കോട് സ്വദേശിയാണ്. GST വകുപ്പിൽ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് മലപ്പുറം ജില്ലയിൽ വർക്ക് ചെയ്യുന്നു. സംഘടനയിലെ സെക്രട്ടേറിയറ്റ് ക്ഷണിതാവാണ്. എൻ്റെ പേര് സബീർ സാലി, ഞാൻ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിലെ GST ഡിപ്പാർട്ട്മെൻറ്റിൽ ഓഡിറ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. കോഴിക്കോട് ജില്ലയുടെ വൈസ് പ്രസിഡന്റാണ്. സംസ്ഥാന കൗൺസിൽ അംഗവുമാണ്. ഞാൻ KK പ്രമോദ് കുമാർ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. HRNC ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ഞാൻ സുധാകരൻ, പാലക്കാട് ജില്ല
ഇപ്പോൾ വർക്ക് ചെയ്യുന്ന മലപ്പുറം ജില്ലയിലെ സഹകരണ വകുപ്പിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ, സംസ്ഥാന കമ്മിറ്റി അംഗം. ഞാൻ രാമൻകുട്ടി, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോയിൻറ്റ് ഡയറക്ടറായിട്ട് ഉള്ള ആളാണ്. പാലക്കാട് ജില്ല, സ്വദേശവും പാലക്കാട് തന്നെയാണ്. ഞാൻ സക്കീർ ഹുസൈൻ, പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് ജോലി ചെയ്യുന്നു. സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറാണ്. നമസ്കാരം സാർ, എൻ്റെ പേര് ശിവകുമാർ, സ്വദേശം പാലക്കാടാണ്. സഹകരണ വകുപ്പിലെ ജോയിൻറ്റ് രജിസ്ട്രാറാണ്. ഇപ്പോൾ കൺസ്യൂമർ ഫെഡിലെ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. സംസ്ഥാന സെക്രട്ടറി മെമ്പറാണ്. എൻ്റെ പേര് ജയരാജ്, ഞാൻ സഹകരണ വകുപ്പിലെ അഡീഷണൽ രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ പേരൂർക്കട SC/ST ഫെഡറേഷൻ്റെ MD ആയിട്ട് വർക്ക് ചെയ്യുന്നു. സംസ്ഥാന കൗൺസിൽ അംഗമാണ്. എൻ്റെ പേര് അജിത് കുമാർ, ഞാൻ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. സഹകരണ വകുപ്പിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറായിട്ട് വർക്ക് ചെയ്യുന്നു. പേര് വിനോദ് കുമാർ, ആലപ്പുഴ ജില്ലാ പ്രസിഡൻ്റാണ്. നഴ്സിംഗ് കോളേജ് ആലപ്പുഴയിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. സ്വദേശം ആലപ്പുഴ തന്നെ. എൻ്റെ പേര് ഉന്മേഷ്, ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. സ്വദേശം ആലപ്പുഴയാണ്. ഇപ്പോൾ ജോലി ചെയ്യുന്നത് പത്തനംതിട്ട കൈപ്പട്ടൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകൻ. എൻ്റെ പേര് ബിജു കെ, ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. പഞ്ചായത്ത് വകുപ്പിൽ ആലപ്പുഴയിൽ നെടുമുടി ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറിയായിട്ട് ജോലി ചെയ്യുന്നു. സാജു പത്രോസ്, ആലപ്പുഴ ജില്ലാ ട്രഷറാണ്. നെടുമുടി ആണ് സ്ഥലം. എൻ്റെ പേര് സജീവ് എച്ച്, തിരുവനന്തപുരം ജില്ലയിൽ നാവായിക്കുളത്താണ് സ്വദേശം. ഗവൺമെൻറ് ആർട്സ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യും. എൻ്റെ പേര് കണ്ണൻ, ഞാൻ എറണാകുളം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇപ്പോൾ എറണാകുളം ജില്ലാ സെക്രട്ടറിയാണ്. എൻ്റെ പേര് മനോജ്, എറണാകുളം ജില്ലാ പ്രസിഡൻ്റാണ്. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ സെക്ഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. കാലടിക്കടുത്ത് കാഞ്ഞൂരാണ് സ്വദേശം. എൻ്റെ പേര് ജോസഫ് സക്രിയാസ്, ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നോർത്ത് ബ്രാഞ്ചിൻ്റെ പ്രസിഡൻ്റാണ്. സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സ്വദേശം കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട. എൻ്റെ പേര് അജ്മൽ, ഞാൻ മലപ്പുറം സ്വദേശിയാണ്. തിരുവനന്തപുരത്ത് നോർത്ത് ബ്രാഞ്ചിലെ ഭാരവാഹിയാണ്. കൃഷി വകുപ്പിൽ CA ആയിട്ട് വർക്ക് ചെയ്യുന്നു തിരുവനന്തപുരത്ത്. പേര് ബൈജുകുമാർ, ഞാൻ തിരുവനന്തപുരം കരമന സ്വദേശിയാണ്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സബ് രജിസ്ട്രാറാണ്. ഇപ്പോൾ ചിറയൻകീഴ് സബ് രജിസ്ട്രാർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. തിരുവനന്തപുരം കൗൺസിൽ മെമ്പറാണ്. നമസ്കാരം, എൻ്റെ പേര് അജിയാണ്. സംസ്ഥാന ഭൂവിനിയോഗ ബോർഡിലെ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നു. തിരുവനന്തപുരം സ്വദേശിയാണ്. പേര് ഷാജികുമാർ SO, കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുന്നു. സ്വദേശം നെയ്യാറ്റിങ്കരയിലെ തിരുപുറമാണ്. തിരുവനന്തപുരം ജില്ലയുടെ ട്രഷററായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഡോക്ടർ ഷിജു മാത്യു, കൊല്ലം ജില്ലാ ആയുർവേദ ആശുപത്രി ഡോക്ടറാണ്. കൊല്ലം ജില്ലാ പ്രസിഡന്റ്. ഞാൻ ഷൈൻ, തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. പാലക്കാട് നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗമാണ്. KGUവിൻ്റെ കഴിഞ്ഞ ക്യാമ്പിലും പങ്കെടുത്തിരുന്നു. എൻ്റെ പേര് പ്രദീപ് കുമാർ, ഞാൻ പാലക്കാട് അമ്മമാരുടെയും കുട്ടികളുടെ ആശുപത്രികളിലെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. സംഘടനയുടെ സംസ്ഥാന ഓഡിറ്ററാണ്. എൻ്റെ പേര് രഘു എന്നാണ്. ഞാൻ പത്തനംതിട്ടയിലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ആയിരുന്നു. 4 മാസം മുമ്പ് റിട്ടയർ ചെയ്തു. തിരുവനന്തപുരം സ്വദേശിയാണ്. നമസ്കാരം, ഞാൻ ബിജു രാമേന്ദ്രൻ, തിരുവനന്തപുരം ജില്ലാ രജിസ്ട്രാറായി രജിസ്ട്രേഷൻ വകുപ്പിൽ ജോലി ചെയ്യുന്നു. ഞാൻ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. നമസ്തേ.
ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ നേതൃത്വ ശിബിരം ഉദ്ഘാടന സമ്മേളനത്തിൽ ഈ ഉദ്ഘാടന സമ്മേളന സെഷൻ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാന്യനായ മുൻ മന്ത്രിയും എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരനും ഇപ്പോൾ ആറ്റിങ്ങലിലേക്ക് വന്ന് അവിടെ നിന്ന് മത്സരിച്ച് MP ആയി നമ്മുടെ അഭിമാനം കാത്ത ബഹുമാന്യനായ അടൂർ പ്രകാശ് സാർ അവർകൾ, അതുപോലെ തന്നെ ഈ സംഘടനയുടെ KPCCയുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് G. സുബോധൻ സാർ, സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KC സുബ്രഹ്മണ്യൻ, സംസ്ഥാന ട്രഷറർ ശ്രീ B. ഗോപകുമാർ, വൈസ് പ്രസിഡന്റുമാരായ ശ്രീമതി ബീന പൂവത്തിൽ, ശ്രീ സുബൈറുകുട്ടി, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിമാർ ഡോക്ടർ രാജേഷ്, ബിനോജ്, ബിജു രാമചന്ദ്രൻ, P. ഉണ്ണികൃഷ്ണൻ, ബ്രിജേഷ്, ബെന്നി, സുഹൃത്തുക്കളെ, വിവിധ ജില്ലകളിൽ നിന്നും ഈ ദ്വിദിന ശിബിരത്തിൻ്റെ പ്രതിനിധികളായി ഇവിടെ എത്തിയിരിക്കുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ സംഘടനയുടെ ദ്വിദിന നേതൃത്വ ശിബിരമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ നവംബർ മാസം നമ്മൾ കോഴിക്കോട് വെച്ച് ഒരു നേതൃത്വ ശിബിരം നടത്തുകയുണ്ടായി. ആ ശിബിരത്തിൽ നമ്മൾ കുറേ സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ശിബിരത്തിലാണ് നമ്മൾ ഈ സംഘടനയ്ക്ക് ആദ്യമായി ഒരു മാർഗരേഖ ഉണ്ടാക്കി. അത് കരട് മാർഗരേഖ നമ്മൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ വിശദമായി ചർച്ച ചെയ്ത്, സംസ്ഥാന സമ്മേളനങ്ങളിൽ വീണ്ടും അത് ചർച്ച ചെയ്ത് ആ മാർഗരേഖ നമ്മൾ ഫൈനലാക്കി. നമ്മുടെ ബൈലോയുടെയും മാർഗരേഖയുടെയും അടിസ്ഥാനത്തിൽ വളരെ സുശക്തമായ ഒരു സംഘടനയായി നമ്മൾ മാറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയെപ്പോലെ തന്നെ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് KGOയും NGO അസോസിയേഷനും KPSTAയും ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനകളും. എന്നാൽ അതിൽ നിന്നൊക്കെ വിഭിന്നമായി കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ വളരെ പക്വതയാർന്ന നിലയിൽ അടുക്കും ചിട്ടയോടുകൂടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ സമ്മേളനവുമായി ഈ നേതൃത്വ പരിശീലന ക്യാമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ, ഈ ക്യാമ്പിന് മുമ്പ് കഴിഞ്ഞ ഏകദേശം 10 മാസക്കാലത്തോളമായി ഈ സംഘടന നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഈ ക്യാമ്പിൽ നമ്മൾ വളരെയധികം സെഷനുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രഗത്ഭരായ അനേകം ആളുകൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ സംഘടനയുടെ ദൈനംദിന കാര്യങ്ങളോ അല്ലെങ്കിൽ സംഘടനയുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയിരുന്ന പ്രക്ഷോഭ പരിപാടികളോ ഒന്നും തന്നെ ഞാനിവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ വിവിധ സെഷനുകളിലായി നമ്മൾ സംസാരിക്കുകയും വൈകിട്ട് 8 മണിക്ക് നടക്കുന്ന വിശാലമായ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നമ്മളത് വിശാലമായി ചർച്ച ചെയ്യുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ കടക്കുന്നില്ല. ഭരണമില്ലാത്ത 7ാമത്തെ വർഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഒരു സർവീസ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം, അത് ഗസറ്റഡ് ഓഫീസർമാരുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഭരണമില്ലാത്തതാണ്. അതൊന്നും വാക്കുകൾ കൊണ്ട് പറയാവുന്നതല്ല. വാക്കുകൾക്ക് അതീതമാണ് ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. ഞങ്ങളൊക്കെ തന്നെ ഒരു കുടുംബമായി, അതുപോലെ തന്നെ കുട്ടികളുമായി ഒക്കെ സ്വന്തം വീട്ടിൽ, സ്വന്തം സാഹചര്യത്തിൽ, സ്വന്തം സ്ഥലത്ത് ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ കഴിഞ്ഞ ഈ 7 വർഷക്കാലമായി ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല. ശത്രുക്കളെപ്പോലെ, നികൃഷ്ടജീവികളെ പോലെയാണ് നമ്മളെ ഈ സർക്കാർ കാണുന്നത്. അത് അച്ചടക്ക നടപടിയുടെ ഭാഗമായാലും, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രേരിതമായ സ്ഥലമാറ്റത്തിൻ്റെ കാര്യത്തിലായാലും, സർവ്വ മേഖലകളിലും നമ്മളോട് കാണിക്കുന്ന വിവേചനം വളരെ വലുതാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരും ഭാവിയിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. മാറ്റം വന്നില്ലെങ്കിൽ ഈ സംഘടനാ സംവിധാനം ഒക്കെ ഇതുപോലെ കൊണ്ടുപോകുന്നതിന് വളരെ പ്രയാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ പോലും, ഈ മീറ്റിങ്ങുകളിൽ പോലും നമ്മൾ പങ്കെടുക്കുന്ന, കഴിഞ്ഞ മാസം നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു ഉപവാസ സമരം നടത്തി. ഏകദിന ഉപവാസം. നമ്മുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനെതിരെയും നിലവിലിപ്പോൾ നമുക്ക് ലഭ്യമാക്കേണ്ടുന്ന 15% DA കുടിശ്ശിക, അതുപോലെ തന്നെ സറണ്ടർ, അതുപോലെ തന്നെ സ്ഥലം മാറ്റങ്ങളിൽ കാണിക്കുന്ന വിവേചനം, ഇതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് വളരെ വിഭിന്നമായ രീതിയിൽ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം കഴിഞ്ഞ മാസം 12-ാം തീയതി
അല്ലേ? 26-ാം തീയതി നമ്മളൊരു ഏപ്രിൽ 26-ാം തീയതി നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു ഉപവാസം നടത്തി. വളരെ ഭംഗിയായ രീതിയിൽ ആ ഉപവാസം നമ്മൾ നടത്തി. കേരള സംസ്ഥാനത്ത് ജീവനക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന, ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഏക സംഘടന, അത് പ്രതിപക്ഷത്തിരുന്ന സംഘടനയായാലും ഭരണപക്ഷത്തുള്ള സംഘടനയായാലും അത് കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ മാത്രമേ ഉള്ളൂ എന്ന് തെളിയിക്കുന്ന ഒരു ഉപവാസമായിരുന്നു അന്ന്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണെന്ന് ആ ഉപവാസം ഉദ്ഘാടനം ചെയ്തത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരുടെ അവകാശങ്ങൾ മൊത്തം പിടിച്ചു വെക്കുകയാണ്. 15% DA ആണ് കുടിശ്ശിക. ഈ 15% DA കുടിശ്ശിക എന്ന് പറയുമ്പോൾ 5 ഗഡു DA കുടിശ്ശികയാണ് സാർ. 5 ഗഡു DA കുടിശ്ശികയാണ്. ആ 5 ഗഡു DA കുടിശ്ശിക 15% എന്ന് പറയുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് ഒരു 4000 രൂപ മുതൽ ഒരു ഗസറ്റഡ് ഓഫീസർക്ക്, ഉന്നതനായ ഒരു ഗസറ്റഡ് ഓഫീസർക്ക് ഏകദേശം 30,000 രൂപ, 33,000 രൂപ വരെ ഒരു മാസം നഷ്ടം സഹിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ ലക്ഷങ്ങളിലേക്ക് പോവുകയാണ്. ഇതൊക്കെ എന്ന് കിട്ടുമെന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ കൂടി നമ്മൾ വായിച്ചപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെ, നമ്മുടെ DA കുടിശ്ശിക ഉൾപ്പെടെ നമുക്ക് തരണമെങ്കിൽ 20,000 കോടി രൂപ ഈ സർക്കാർ കണ്ടെത്തേണ്ടി വരും. 20,000 കോടി രൂപ ഈ സർക്കാരിന് കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഈ സർക്കാർ ജീവനക്കാരൻ, പുതിയ അവകാശങ്ങളൊന്നുമല്ല, നിലവിലുള്ള നിലവിൽ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അവകാശങ്ങൾ, അത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ 20,000 കോടി രൂപ ഈ സർക്കാർ കണ്ടെത്തേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് അന്യമായി നിൽക്കുകയാണ്, നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അവരൊക്കെ ഓരോരുത്തരും ഈ ഭരണപക്ഷ സർവീസ് സംഘടനകളൊക്കെ തന്നെ അവർക്കിപ്പോൾ ഒരു സമരവും കാണാനില്ല. ഈ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു അക്ഷരം ഉരിയാടുന്നില്ല. അവർ കലോത്സവങ്ങളും കായികമേളകളും സമ്മേളനങ്ങളും ഒക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജീവനക്കാരന് വേണ്ടി കേരള സംസ്ഥാനത്ത് സംസാരിക്കുന്ന ഏക സംഘടനയായി കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞ കുറേ നാളുകളുടെ പ്രവർത്തനം മൂലം നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഇനി നിരവധി അവസരങ്ങൾ, നാളെ വൈകിട്ട് ഈ ക്യാമ്പ് അവസാനിക്കുന്നത് വരെ നിരവധി അവസരങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും സംവദിക്കാനും ചർച്ചകൾക്കും ഇടമുണ്ട്. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ ബഹുമാന്യനായ MP ഇവിടെ എത്തിയത് ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അദ്ദേഹത്തെ കൂടുതലായി നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല. ഞാൻ ഈ സമ്മേളനം, ഈ ദ്വിദിന നേതൃത്വ പരിശീലന ക്യാമ്പിൻ്റെ ഉദ്ഘാടന സമ്മേളനവും ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കുന്നതിന് ബഹുമാന്യനായ MP അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ഹാരിസ്, ജനറൽ സെക്രട്ടറി ശ്രീ KC സുബ്രഹ്മണ്യൻ, നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന നേതൃത്വ ശിബിരം, ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ചടങ്ങിൽ 10 മണിക്ക് ഞാൻ എത്തിച്ചേരാം എന്ന് ഞാൻ ഏറ്റിരുന്നതാണ്. അതനുസരിച്ച് തന്നെ ഞാൻ കൃത്യസമയത്ത് തന്നെ വന്നു. കാരണം എനിക്ക് ഇനിയും 2-3 ഉച്ചയ്ക്ക് മുമ്പ് 4 പരിപാടികൾ കൂടി തീർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 10 മണി എന്ന് എന്നെ വിളിച്ചപ്പോൾ 10 മണിക്കാണെങ്കിൽ ഞാൻ ഓടി വരാം എന്ന് ഏറ്റത്. ഇന്നത്തെ ഈ ദിവസം നമ്മുടെ രാജ്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അവസാനിപ്പിച്ച് ആ നേതൃത്വം ഏറ്റെടുത്ത പണ്ഡിറ്റ് ജവഹർലാൽ, ആ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലും അതുപോലെ DCCയിലും മറ്റും നടന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ബഹുമാനായ KPCCയുടെ ജനറൽ സെക്രട്ടറി പോകണം എന്ന് എന്നെ അറിയിച്ചനുസരിച്ചാണ് ഞാനൊരല്പം വൈകി വന്നത്. ഞാനിവിടെ വന്നപ്പോൾ സത്യത്തിൽ നിങ്ങളൊക്കെ ധരിച്ചു കാണും എന്തിനാണ് എല്ലാവരെയും പരിചയപ്പെടാനുള്ളൊരവസരം ഉണ്ടാക്കിയത് എന്ന് ചിലപ്പോൾ ധരിച്ചു കാണും. ഒത്തിരി ക്യാമ്പുകളിലൂടെ കടന്നു വന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അത് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ക്യാമ്പാകട്ടെ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ക്യാമ്പാകട്ടെ, പാർട്ടിയുടെ ക്യാമ്പാകട്ടെ, ഇങ്ങനെ നിരവധി മേഖലകളിൽ ഇതുപോലെയുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കാനുള്ള അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം പലതവണ ലഭ്യമായിട്ടുള്ളതാണ്. അതുമാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ മറ്റൊരു അനുഭവം കൂടി ഞാൻ പറയാം. KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചേലക്കര എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സംസ്ഥാന തലത്തിലുള്ളൊരു ക്യാമ്പ് നടത്തി. ആ ക്യാമ്പിൽ ക്ലാസ്സുകൾ എടുക്കുന്നത് ശ്രീ MA ജോണും അതുപോലെ തന്നെ ശ്രീ MM ജേക്കബും അടങ്ങുന്ന വളരെ പ്രഗത്ഭന്മാരാണ്. അപ്പോൾ ഞാൻ കൊല്ലം ജില്ല എന്ന് വെച്ചാൽ, കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശമാണ് അന്നത്തെ കൊല്ലം ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ കൊല്ലം ജില്ലയുടെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന അവസരത്തിൽ തൃശ്ശൂരിൽ എല്ലാ സ്കൂൾ യൂണിറ്റുകളും കോളേജ് യൂണിറ്റുകളിൽ നിന്നും വിദ്യാർത്ഥി പ്രതിനിധികളെ അവിടെ എത്തിച്ച് ക്യാമ്പിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് നടക്കുകയാണ്. ഞങ്ങളന്ന് ക്യാമ്പ് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള സുഖസൗകര്യങ്ങൾ അന്നില്ല. ഒരു സ്കൂളിൽ ആണ് ക്യാമ്പ് നടക്കുന്നത്. ആ സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ വൈകുന്നേരങ്ങളിൽ ബെഞ്ച് കൂട്ടിയിട്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് ഞങ്ങൾ കിടന്നിട്ടുള്ളത്. ഇന്നത്തെ നേതൃത്വത്തിൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ നേതൃത്വം ഒരുപക്ഷെ AC റൂം ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കും. ക്യാമ്പ് ഉണ്ട് എങ്കിൽ എന്ന് നന്നായി അറിയാം. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. അത് സാഹചര്യത്തിൻ്റെ വഴി അനുസരിച്ചുകൊണ്ട് ഇന്ന് ഓരോ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ അവർ അന്വേഷണം നടത്തിപ്പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അവരെ കുറ്റം പറയുകയല്ല. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. അന്ന് ക്യാമ്പിൽ പങ്കെടുക്കുന്നു. ക്ലാസ്സുകൾ തുടങ്ങുന്ന കൃത്യസമയത്ത് ഇത്ര മണിക്ക് ക്ലാസ് തുടങ്ങും എന്ന് അച്ചടിച്ച് തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാവരെയും ക്യാമ്പിൽ അകത്ത് കയറ്റണം, അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തുക. ഞാൻ ചാടി 10 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ ക്യാമ്പിൽ ഓടി അകത്ത് കയറിയപ്പോൾ MA ജോൺ ക്ലാസ് അങ്ങോട്ട് തുടങ്ങിയാണ്. അന്ന് ഞാൻ കൊല്ലം ജില്ലാ പ്രസിഡൻ്റാണ്. MA ജോൺ എന്നോട് പറഞ്ഞു, ഒന്ന് നിൽക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു പുറത്തിറങ്ങിയിരിക്കാൻ പറഞ്ഞു. പുറത്ത് ഇറങ്ങി നിൽക്കാൻ പറഞ്ഞത് ഒരു 5 മിനിറ്റ് ഞാൻ വൈകി എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ വൈകിയത് എന്തിനാണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ല. എങ്കിലും എന്നെ പുറത്ത് നിർത്തി 5 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് എന്നെ ക്ലാസ്സിൽ വിളിച്ചു കയറ്റി. അപ്പോൾ എന്നോട്
തിരിച്ച് കയറുന്ന അവസരത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അടൂർ പ്രകാശിനെ പുറത്തു നിർത്താനുള്ള അവസരം ഉണ്ടാക്കിയത് എന്തുകൊണ്ട് എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അറിയണം. ഇവിടെ ഇരിക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവരും അറിയണം. എന്ന് വെച്ചാൽ കൃത്യനിഷ്ഠതയോടുകൂടി ക്യാമ്പിൽ പങ്കെടുക്കണം, ക്ലാസ്സുകൾ കേൾക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ അദ്ദേഹത്തോട് വിദ്വേഷം ഉണ്ടായിട്ടോ പരിഭവം ഉണ്ടായിട്ടോ അല്ല എന്ന് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചു. അതൊരു വലിയ അനുഭവമായിരുന്നു. പിന്നീട് ഉള്ള ഓരോ കാലഘട്ടങ്ങളിലും ഞങ്ങൾ ഓരോ അവസരത്തിലും ക്യാമ്പുകളിൽ പങ്കെടുക്കുമ്പോൾ സത്യത്തിൽ പരസ്പരം എന്തിനാ പരിചയപ്പെടുന്നത്? പരസ്പരം പരിചയപ്പെടുക എന്ന് പറയുന്നത്, ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ എല്ലാവരുടെയും പേരുകൾ എൻ്റെ മനസ്സിൽ നിൽക്കില്ല, സുബോധൻ്റെ മനസ്സിൽ നിൽക്കില്ല. അതേസമയം നിങ്ങളുടെ ഭാരവാഹികളുടെ ഇടയിൽ നിങ്ങൾക്കറിയാം. എങ്കിലും നിങ്ങൾക്ക് എവിടെ വെച്ചെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഞാൻ ഇന്ന ക്യാമ്പിലുണ്ടായിരുന്നു, ഞാൻ എന്നതിൽ പങ്കെടുത്തതാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാനുള്ളൊരവസരം ഒരുക്കണം. അതാണ് നമ്മൾ ഈ ക്യാമ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യത്തിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് ഹാരിസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 7 വർഷം LDF ഗവൺമെൻറ് ഇപ്പോൾ ഭരണം നടത്തുകയാണ്. ഭരണത്തിൻ്റെ തണലിൽ പ്രവർത്തിക്കുന്നവരല്ല നിങ്ങൾ. ഭരണത്തിൻ്റെ തണലിൽ പ്രവർത്തിക്കുന്നവരല്ല നിങ്ങൾ എന്ന് പറയുമ്പോൾ ആ സ്വാധീനങ്ങൾ ചെലുത്തിക്കൊണ്ട് അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ കഴിയുന്നവരല്ല. നിങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു പോഷക സംഘടന എന്നുള്ള നിലയിൽ അതിശക്തമായി പോരാട്ടം നടത്തി ഈ കേരളത്തിലെ ഏതാണ്ട് 30,000-ഓളം വരുന്ന ഉദ്യോഗസ്ഥ വേദി ഉണ്ട് എങ്കിൽ പോലും അതിൽ 17,000-ത്തിലധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ ഞാൻ ഏറെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ മറ്റുള്ള ആളുകൾക്ക് മാതൃകയാകണം. മറ്റുള്ള ആളുകൾക്ക് മാതൃകയാകണം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ എല്ലാ അനുഭവം മാത്രം പറഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സിൽ ഒരു സന്തോഷം തോന്നും. എന്ന് വെച്ചാൽ ഞാൻ റവന്യൂ വകുപ്പിൻ്റെ ചുമതല വഹിച്ച മന്ത്രിയാണ് ഏറ്റവും അവസാനം. അതിനു മുമ്പ് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തു. പിന്നെ അതിനു മുൻപ് ഭക്ഷ്യവകുപ്പിൻ്റെയൊക്കെ വകുപ്പ് കൈകാര്യം ചെയ്തു. പക്ഷേ എനിക്ക് റവന്യൂ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന അവസരത്തിൽ നമ്മുടെ NGO അസോസിയേഷനിലെ പല സുഹൃത്തുക്കളും എന്നെ വന്ന് കാണും. കാരണം എന്നെ വന്ന് കാണുമ്പോൾ സത്യത്തിൽ അവരൊക്കെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ എന്നുള്ള നിലയിൽ അവരുമായിട്ടൊക്കെ ഒരു ആഭിമുഖ്യം കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ ചില ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം കാണും. പക്ഷേ കഴിഞ്ഞ 5-10 വർഷക്കാലം NGO യൂണിയനിൽ തുടർച്ചയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ശുപാർശയുമായി എൻ്റെ അടുത്ത് വരും. ആ ശുപാർശയുമായി വരുന്നു എന്ന് പറയുന്നത് ശുപാർശ പറഞ്ഞു വരുന്ന ആളുകൾ തരുന്ന അപേക്ഷയോടൊപ്പം ഒരു റെസിപ്റ്റും കാണും. ഇത്ര വർഷത്തെ കുടിശ്ശിക അവർ അടച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത്ര വർഷത്തെ കുടിശ്ശിക അവർ അടച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും നാളും NGO യൂണിയനിൽ പ്രവർത്തിച്ച് കൊണ്ടിരുന്ന ആളുകൾ NGO അസോസിയേഷനിലേക്ക് വന്നു. എന്താ കാര്യം? അന്ന് നമ്മുടെ ഭരണത്തിൻ്റെ തണലിൽ അവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യം കിട്ടണം എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ചില ആളുകളോട് പറഞ്ഞു അത് സാധ്യമല്ലെന്ന് പറഞ്ഞു. ഒരുപക്ഷേ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പണിയെടുത്ത് അധ്വാനം നടത്തി നിൽക്കുന്നവർ ഉള്ളപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഏതെങ്കിലും അസോസിയേഷൻ്റെ ഒരു പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്വാധീനിച്ചു കൊണ്ടുവന്ന് ഒരു സ്ഥലം മാറ്റം സംഘടിപ്പിക്കുവാൻ വേണ്ടി വരിക എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞിട്ടുള്ള നിങ്ങളെപ്പോലെയുള്ള ആളുകളെ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് അതിൽ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞ് ആണ് ഈ വരുന്നത്. ഞാൻ അത്തരം ആളുകളുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സാധ്യമല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ചിലപ്പോൾ
ദഹിച്ചു എന്ന് പറയുന്നില്ല. ചില കാര്യങ്ങൾ സത്യസന്ധമായി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും അത് സ്വീകരിക്കണം എന്ന് ഇല്ല. എങ്കിലും ഇന്ന് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 7000-ലധികം വരുന്ന ജീവനക്കാർ പല ജില്ലകളിലും സ്വന്തം ജില്ലകളിൽ ഒന്ന് പണിയെടുക്കുവാനുള്ള ഒരു അവസരം പോലും നിഷേധിച്ചുകൊണ്ട് ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് CPM-ന്റെ ഈ ഭരണം നടക്കുന്ന ഈ സമയത്ത് പോലും ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടിയും നിങ്ങൾക്ക് ഈ സംഘടനയിൽ പങ്കെടുക്കുവാൻ, ഈ സംഘടനയിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരു അഭിമാനമുള്ള ഒരു കാര്യമായി ഞാൻ കാണുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇന്ന് ഗവൺമെൻറ് ചെയ്യുന്നത് എന്താ? 7 വർഷക്കാലം ഭരണം നടത്തുന്നു. 7 വർഷക്കാലം കൊണ്ട് എത്രയോ ഇടങ്ങളാണ് കത്തി നശിച്ചുകൊണ്ട് ഇരിക്കുന്നത്. കത്തി നശിക്കുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ ഓഫീസുകളാണ്, അതല്ലാതെ പൊതുസ്ഥലങ്ങളല്ല. പൊതുസ്ഥലങ്ങൾ കത്തുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. സർക്കാർ ഓഫീസുകൾ, പ്രധാനപ്പെട്ട ഫയലുകൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ നിരവധി മേഖലകളിൽ കത്തുന്നു. എന്താ ആദ്യം കത്തിയത്? എവിടെ? സ്വർണ്ണക്കള്ളക്കടത്ത്. സെക്രട്ടേറിയറ്റിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫയൽ സൂക്ഷിച്ചിരുന്ന ഇടം കത്തി. അന്നത്തെ ചീഫ് സെക്രട്ടറി, പേര് ഞാൻ പറയുന്നില്ല, എൻ്റെ കൂടെ പണിയെടുത്ത വ്യക്തിയാണ്. അദ്ദേഹം വന്ന എല്ലാവരെയും മറച്ചു വെച്ചുകൊണ്ട് കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആരും ഇങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല, എല്ലാവരും പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞ കാര്യം പത്രങ്ങളിലൂടെ ഞാൻ വായിച്ചാണ്. ഞാൻ നേരിട്ട് എനിക്ക് ബോധ്യമുള്ള കാര്യമല്ല, പത്രങ്ങളിലൂടെ വായിച്ചതാണ്. അത് കത്തിച്ചു. ആരെങ്കിലും വല്ല ചോദ്യമുണ്ടോ? ആർക്കെങ്കിലും അതേക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അഭിപ്രായം പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്, അഭിപ്രായങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കാണും, പക്ഷേ അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണ് എന്നതിനെക്കുറിച്ച് പുറത്തു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നടക്കുന്നത് എന്താ? ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ നിങ്ങളാരും ചെയ്തു എന്ന് പറയാൻ വേണ്ടിയല്ല, നിങ്ങളെ തെറ്റിദ്ധരിക്കരുത്. വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീപിടുത്തം ഉണ്ടായില്ലേ? ആ തീപിടുത്തം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചു, ഒരു പ്രശ്നവുമില്ല, എല്ലാം ഞങ്ങൾ സുതാര്യതയോടുകൂടി ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ആ സുതാര്യതയോടുകൂടി ചെയ്തിരിക്കുന്ന കാര്യമെന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കൊള്ളയടിക്കുന്ന ഏർപ്പാടുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരായി ഈ ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ കൊള്ളകൾക്ക് കൂട്ടുനിൽക്കുന്നു ഒരു ഗവൺമെൻറ് എന്ന് മാത്രമല്ല, ഗവൺമെൻറ് കൂട്ടുനിൽക്കുമ്പോൾ ഒരുപക്ഷെ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കൊള്ളകൾക്ക് കൂട്ടുനിന്ന് കൊടുക്കും. ആ കൂട്ടുനിന്ന് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന കൊള്ളകളിൽ അതിൻ്റെ പണം കൈപ്പറ്റുന്നത് ആരാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. ഒരു ഗവൺമെൻറ്റിൽ പങ്കാളിത്തമുള്ള മുഖ്യമന്ത്രിയുടെ കുടുംബം, ആ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൽ മകന് വേണ്ടി ഇങ്ങോട്ട് അയച്ചു കൊടുത്ത, അല്ലെങ്കിൽ മകന് നേരിട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് എന്താ ചെയ്തത്? അമ്മായിപ്പന് കൊടുത്തു. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഒരു നേട്ടം മാത്രമായി പിണറായി സർക്കാർ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളകളാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. 7 വർഷമായി. ഇന്ന് കത്തിയ അത് കത്തും. അതിന് കാരണമുണ്ട്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ, ഞാനത് പറഞ്ഞു വരുന്നേ ഉള്ളൂ. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ ഇപ്പോൾ 3ാമത്തേതാണ് കത്തുന്നത്. 2 അല്ല, 3ാമത്തേത്. നേരത്തെ കൊല്ലത്ത് നടന്നു,
പിന്നെ ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്ത് നടന്നപ്പോൾ അതിദാരുണമായൊരു സംഭവം ഉണ്ടായത്, അത് അണയ്ക്കാൻ പോയ ഫയർഫോഴ്സ് ജീവനക്കാരൻ, എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ആറ്റിങ്ങക്കാരൻ. ഞാൻ അയാളുടെ വീട്ടിൽ പോയി. അയാൾ ഈ തീപിടുത്തം അണയ്ക്കാൻ പോയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മണ്ടയ്ക്ക് ഇതെല്ലാം കൊണ്ട് ഇടിഞ്ഞു വീണ് അദ്ദേഹം മരണപ്പെട്ടു. ഇന്നിപ്പോൾ ഞാൻ അറിയുന്നു, ഇപ്പോൾ അരീസ് പറഞ്ഞ ആലപ്പുഴയിലും നടക്കുന്നു എന്നാണ് അല്ലേ. ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ നടക്കും. കാരണം എന്താണെന്നറിയോ, കോവിഡ് വന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, കോവിഡ് വന്ന സമയത്ത് ഞാനും ആരോഗ്യവകുപ്പിൻ്റെ ചുമതല കുറച്ച് നാൾ നോക്കിയ ഒരാളാണ്. കോവിഡ് വന്ന സമയത്ത് ഇവിടെ യാതൊന്നും നോക്കാനില്ല, ആരും പുറത്തിറങ്ങാൻ പാടില്ല. മുഖ്യമന്ത്രി എല്ലാ ദിവസവും 6 മണിക്കുള്ള തള്ളൽ നടക്കും. ആ 6 മണിക്കുള്ള തള്ളൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ ആരും പുറത്തിറങ്ങാൻ പാടില്ല. ഞങ്ങളൊക്കെ രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങിയിട്ടുള്ള പൊതുപ്രവർത്തകരാണ്. എൻ്റെ പേരിൽ ഒരുപാട് കേസുണ്ട്. പത്തനംതിട്ടയിലല്ല എൻ്റെ പേര് കേസ് വന്ന് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ നെടുവങ്ങാട് ഉൾപ്പെടെയുള്ള പല പ്രദേശത്തും കേസ് വന്ന എന്താണെന്നറിയോ, കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ചില സംഘടനകൾ എടുത്ത തീരുമാനം, ആ സംഘടനകൾ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട ആളുകളെ വിളിച്ച് അവർക്ക് കിറ്റ് കൊടുത്തു എന്നുള്ള, അത് കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി എന്നെ വിളിച്ച് വരുത്തിയാണ്. ഞാനവിടെ പോയി അത് ഏറ്റുവാങ്ങി ആ കിറ്റ് കൊടുത്തു. ഞാൻ ആ ഒന്നാം പ്രതി അടൂർ പ്രകാശ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത്, ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ സംസ്ഥാനത്തെ യുവാക്കൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഗൾഫ് നാടുകളിലല്ലേ. ആ ഗൾഫ് നാടുകളിൽ പണിയെടുത്ത് അവർ പുറത്തേക്ക് വരുമ്പോൾ അവരുടെ അധ്വാനത്തിൽ നിന്ന് ലഭ്യമാകുന്ന ആ സമ്പത്ത് ഇന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലകളിൽ ഏറ്റവും അധികം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവരെ പോലെയുള്ള ആളുകൾ കേരളത്തിലേക്ക് മടങ്ങി വരാൻ പാടില്ല എന്ന് പറഞ്ഞ മന്ത്രി നിങ്ങൾക്കറിയാമോ ആരാന്ന്? ആരോഗ്യവകുപ്പിൻ്റെ ഇപ്പോഴത്തെ മന്ത്രി അല്ല. ആരോഗ്യവകുപ്പിൻ്റെ ഇപ്പോഴത്തെ മന്ത്രി പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ഡോക്ടർ വന്ദനയുടെ കാര്യത്തിൽ. നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രി ശൈലജ ടീച്ചർ, അവർ പറഞ്ഞു ഇവരാരും ഇങ്ങോട്ട് വരാൻ പാടില്ല, ഗൾഫിലുള്ള ആളുകൾ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് തടസ്സം ചെയ്ത വ്യക്തി. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, മനുഷ്യത്വപരമായ ഒരു നിലപാടുകൾ ഒരിക്കലും സ്വീകരിക്കാത്ത ഒരു ഗവൺമെൻറ്റായി ഈ കഴിഞ്ഞ 7 വർഷക്കാലം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു വാക്കിന് അർത്ഥം ഡിക്ഷണറിയിൽ ഉണ്ടെങ്കിൽ ഇവരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടുന്ന ഏർപ്പാടുകൾ ഉണ്ടാകണം. അതിനെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെയും ഞാനടക്കമുള്ള ഞങ്ങൾ 4 or 5 പേരാണ് പോയത്. നമ്മുടെ രാജ്ഭവൻ്റെ മുമ്പിൽ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനിപ്പുറത്ത് മാറി ഞങ്ങൾ 5 പേര് ഒരു ദിവസക്കാലം നിരാഹാര സത്യാഗ്രഹം നടത്തി. എന്താണെന്നറിയോ, എടുത്ത നിലപാടുകൾ തെറ്റാണ്, ആ നിലപാടുകൾ തിരുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളവിടെ മറ്റ് മീറ്റിങ്ങൊന്നും നടത്തിയില്ല, ഞങ്ങൾ യോഗം നടത്തിയില്ല, ഞങ്ങളവിടെ ഇരുന്നു. രാവിലെ 8 മണിക്ക് തുടങ്ങി വൈകിട്ട് 5 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. അതിലെയും കേസിലെ പ്രതിയാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും തരത്തിൽ വാ മൂടിക്കെട്ടാൻ പറ്റുമെങ്കിൽ അതൊക്കെ വാ മൂടിക്കെട്ടിക്കൊണ്ട് നടക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും മുൻപോട്ട് പോകുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഇവിടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ ഈ ഗോഡൗണിലൊക്കെ എന്താ കത്തുന്നത്? അത് കത്തുന്നതിനൊരു പ്രത്യേക കാരണമുണ്ട്. ശൈലജ ടീച്ചർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ കോവിഡിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കുറേ സാധനങ്ങൾ വാങ്ങിയില്ലേ? എന്താ കിറ്റ്, ഗ്ലൗസ്, ഇതൊക്കെ വാങ്ങി ആരുടെ ഇന്ന്? പച്ചക്കറി കച്ചവടം നടത്തുന്ന കഴക്കൂട്ടത്തുള്ള പച്ചക്കറി കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്നും കൊട്ടേഷൻ വാങ്ങി
ഇവിടെ കച്ചവടം നടത്തി. 500 രൂപ വിലയുള്ളത് 1600 രൂപയ്ക്കാണ് ഇവിടെ സ്വീകരിച്ചത്. അതിന് പറഞ്ഞൊരു മറുപടിയുണ്ട്. ആരുടെയും ജീവൻ അപകടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ തീരുമാനങ്ങൾ കൈക്കൊണ്ടതാണ്. കാര്യം തീർന്നല്ലേ? ആരുടെയും ജീവൻ അപകടപ്പെടാൻ പാടില്ല. ഇപ്പോൾ ആ ജീവൻ അപകടപ്പെടാൻ പാടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങിക്കൂട്ടി വെച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ ഗോഡൗണുകൾ കത്തുന്നതിൻ്റെ കാരണം അറിയാൻ വയ്യാത്ത ഗവൺമെൻറ് ആണോ ഇപ്പോഴുള്ളത്? LDFിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഗവൺമെൻറ്, ഞങ്ങളുടെ ജില്ലക്കാരിയാണ് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി, അല്ലയോ? ആരീസിനറിയാമല്ലോ. പത്തനംതിട്ട ജില്ലക്കാരിയാ, ആരീസിൻ്റെ അയൽവക്കാരിയാ, അല്ലേ? അല്ല, എന്നാലും ഇല്ല, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം എന്ന് പറയുന്നത് പോലെ അത് ഇച്ചിരി അകലെവാന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഞാനും ആ ജില്ലക്കാരനാണ്, അപ്പോൾ എനിക്കും ഇതുപോലെ പറയാം. ഞാൻ പറഞ്ഞത് അവർ ഇപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്ന രൂപത്തിൽ കൊണ്ടു നടക്കുക. ഇതെല്ലാം കത്തിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു ഗവൺമെൻറ് അറിയാതെ നടക്കുന്നു എന്ന് നിങ്ങൾ ആരും ധരിക്കാൻ പാടില്ല. ഒരു സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നടത്തുന്ന കൊള്ളകൾ അവസാനിപ്പിക്കുവാനും കൊള്ളകൾ പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി നടത്തപ്പെടുന്ന ഒരു തീവെട്ടിക്കൊള്ള പുറത്തു വരാതിരിക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന തീവെപ്പാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ് ചെയ്യുന്ന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളൊക്കെ ഗസറ്റഡ് ഓഫീസർമാർ എന്നുള്ള നിലയിൽ നിങ്ങൾക്കൊക്കെ ചില കാര്യങ്ങൾക്ക് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള അവസരം ഉണ്ടാകും. സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടി നിങ്ങൾക്ക് നിറവേറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല. സർക്കാർ തെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ തെറ്റ് സ്വീകരിക്കണം എന്ന് നിർബന്ധവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളിൽ അതിന് തീരുമാനമെടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുമോ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ സൂപ്രണ്ടിങ് ഇങ്ങനെ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹത്തോടൊരു കാര്യം പറയുമായിരുന്നു. അദ്ദേഹം കിഫ്ബിയുടെ അല്ലയോ സൂപ്രണ്ടിങ് എഞ്ചിനീയറാണ്. പറഞ്ഞ വേറെ ഒന്നുമല്ല, നെടുവങ്ങാട് ഒരു സ്കൂൾ കെട്ടിടം വെച്ചു. ആ കെട്ടിടം വെച്ച് കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ നടത്തി. ഉദ്ഘാടനമൊക്കെ നടന്നു കഴിഞ്ഞ് മറ്റൊരു ചടങ്ങിൽ അവിടെ NSSൻ്റെ ക്യാമ്പ് എന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയി. ആ ക്യാമ്പിന് സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഈ പണി പൂർത്തീകരിച്ച ഹാളിൽ വെച്ചാണ് ക്യാമ്പിൻ്റെ ഉദ്ഘാടനം. അപ്പം ഞാൻ ഇങ്ങനെ ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഹാള് വലിയ ഹാളാണ്, കുട്ടികൾ അധികം ഇല്ല. അപ്പോൾ ചില സ്ഥലത്ത് ഇങ്ങനെ ദൂരെ നിന്ന് നോക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ ഇല്ല ഈ വളഞ്ഞു കിടക്കുന്നു. അപ്പം ഞാൻ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നേരെ ആ സ്ഥലത്തേക്ക് ഇരുന്നു. എന്തോ കാര്യമെന്നറിയോ, അവിടെ ഒട്ടിച്ചിരിക്കുന്ന ടൈൽസ് എല്ലാം ഇങ്ങനെ ഇളകി ഒരു പരുവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല, അത് പറഞ്ഞു ഞാനത് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞ് 2 മാസമേ ആയിട്ടുള്ളൂ ജോയിൻ ചെയ്തിട്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള കൊള്ളകൾ ഓരോ സ്ഥലത്തും നടക്കുകയല്ലേ. ഓരോ സ്ഥലത്തും നടക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നല്ല ഏജൻസി ഉണ്ട്, ഊരാളുങ്കൽ. അവരാണ് എവിടെ ഏത് മുഖ്യമന്ത്രിയുടെ കുളിക്കാനുള്ള നീന്തൽക്കുളം, ലിഫ്റ്റ് വെക്കാനുള്ളത്, ഇതെല്ലാം ചെയ്യുന്ന ആരാ? സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഊരാളുങ്കലാണ്. ഊരാളുങ്കൽ എന്ന് പറയുന്ന കൊള്ള സംഘത്തിനെ കൂട്ടുനിൽക്കുന്നു. പക്ഷേ അതിനകത്ത് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ഞാൻ ഈ അടുത്ത സമയത്ത് അറിഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ഊരാളുങ്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് കൂടാതെ മറ്റൊരു കൊള്ള നടക്കുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡുകളുടെ പണി ഇങ്ങനെ
വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയാം. ആ റോഡുകളുടെ പണി ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾ അവർക്ക് എത്ര കോടി രൂപയുടെയാണ് അവർ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ നിശ്ചിത ശതമാനം ചില ആളുകളുടെ കയ്യിലെത്തണം. ബി ജെ പി മാത്രമല്ല, അത് നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയുവാണ്. കേരളത്തിൽ നടപ്പാക്കുന്ന ആ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ മാർക്സിസ്റ്റ് പാർട്ടി കൊടുക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ അവരുടെ സഖാക്കന്മാർ കണ്ണൂർ പ്രദേശത്ത്, ഇപ്പോൾ കണ്ണൂർക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുമ്പോൾ. ഞാൻ അറിഞ്ഞ ഒരു കാര്യം പറയുകയാണ്. കണ്ണൂർ പ്രദേശത്തുള്ള ഒത്തിരി ആളുകൾ അവരുടെ പേര് കൊടുക്കും. അവരെ ഏൽപ്പിച്ചുകൊണ്ടും ഇത്ര ശതമാനം. ഞാൻ ഒരാളിനോട് ചോദിച്ചോണ്ടേ പറഞ്ഞ് ഞാൻ ചോദിച്ചു എത്ര കോടിക്കാണ് നിങ്ങൾ വർക്ക് എടുത്ത്? അപ്പോൾ പറഞ്ഞ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന വർക്ക് അനുസരിച്ച് ഏതാണ്ട് 2000 കോടി രൂപയെങ്കിലും വരും. ആ 2000 കോടി രൂപയുടെ 2% ചോദിച്ചത്. ബി ജെ പിയുടെ അല്ല, ബി ജെ പിയുടെ വേറെ ഉണ്ട്. ഇവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് 2% ചോദിച്ചു എന്ന് പറയുമ്പോൾ ആ 2%-ൽ പുള്ളി വിലപേശി പറഞ്ഞു എനിക്കത്രയും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഒരു തുക നിശ്ചയിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള കൊള്ളകൾ കേരളത്തിൻ്റെ വിവിധ മേഖലകൾ ഓരോ അർത്ഥത്തിലും. ഇപ്പോൾ മുഖ്യമന്ത്രി NHAയെക്കുറിച്ച് പറഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് സംസാരിച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് MP എന്നുള്ള നിലയിൽ ആറ്റിങ്ങൽ ബൈപ്പാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചില പ്രശ്നങ്ങൾ പാർലമെൻറ്റ് അവതരിപ്പിച്ചതനുസരിച്ചൊക്കെ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടികൾ ഒക്കെ സ്വീകരിച്ചു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താ? ഞങ്ങൾ 25% കൊടുത്തുകൊണ്ടാണ് ഇതിപ്പോൾ നടക്കുന്നത്. ആരാ? സംസ്ഥാന സർക്കാർ. ആ സംസ്ഥാന സർക്കാർ 25% കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഭരണം ഇരിക്കുന്ന സമയത്ത് ഇത് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ അന്ന് സ്വീകരിക്കുന്ന അവസരത്തിൽ ഇത് ചെയ്യാൻ സമ്മതിച്ചില്ല. ഒരിക്കൽ പറഞ്ഞു എന്താ, എക്സ്പ്രസ് ഹൈവേ വന്നാൽ അപ്പുറം ഇപ്പുറം പോകാൻ പറ്റും, 2 ഇതായിട്ട് പോവും. ഒന്നത്. പിന്നെ മറ്റൊരു കാര്യം, റോഡിന് ഇത്രയും വീതി കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് മാർക്സിസ്റ്റ് പാർട്ടിയും സഖാക്കന്മാരും ഇറങ്ങി സമരം നടത്തി. കൊച്ചിയിലെ ഗെയിലിൻ്റെ പൈപ്പ് കുഴിച്ചിടുന്ന അവസരത്തിൽ അന്ന് UDF ഗവൺമെൻറ്റാണ്, എനിക്കിപ്പോഴും അറിയാം. അന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത നിങ്ങളുടെ വ്യവസായ വകുപ്പ് മന്ത്രി. അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ അതൊന്നും പണ്ടത്തെ കാര്യം, ഇപ്പോഴത്തെ കാര്യമില്ല. ഇപ്പോൾ ഗെയിലിൻ്റെ പൈപ്പ് ഇടുന്നതും ഇടിയിച്ചതും ഞങ്ങളാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ റോഡ് വന്നാലും അതും ഞങ്ങളാണ്. ഇതൊക്കെ എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇതിനകത്ത് കമ്മീഷൻ ഏർപ്പാടുമായി പോകുന്ന ഒരു സർക്കാരായി ഇവിടെ മാറിയിരിക്കുന്നു. ഈ സർക്കാരിൻ്റെ ഇതുപോലെയുള്ള ദുശ്ചെയ്തികൾ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ അതിനെ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾ പോയി ഇവരുമായി വേറെ സംഘർഷം ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നാടിനു വേണ്ടി, ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളിലൂടെയും നടപ്പാക്കുവാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അത്യാവശ്യം പോകണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഏറെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
അടുത്തതായിട്ട് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ KPCC ജനറൽ സെക്രട്ടറി സംഘടനയുടെ ചാർജുള്ള അഡ്വക്കേറ്റ് G. സുബോധൻ സാർ സംസാരിക്കും. ബഹുമാനപ്പെട്ട ഈ ക്യാമ്പിനോട് അനുബന്ധിച്ച് ചേരുന്ന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ഹാരിസ്, നേതാക്കന്മാരായ ശ്രീ സുബ്രഹ്മണി, ശ്രീമതി ബീന ടീച്ചർ, ശ്രീ കുര്യാക്കോസ്, ശ്രീ ഗോപൻ, ശ്രീ ബ്രജേഷ്, ശ്രീ ഉണ്ണികൃഷ്ണൻ, ശ്രീ സുബേർകുട്ടി, സ്നേഹമുള്ള മറ്റ് സുഹൃത്തുക്കളെ, 2 ദിവസം പൂർണ്ണമായും ക്യാമ്പിൻ്റെ പരിപാടികളിൽ ബന്ധപ്പെട്ട് നിൽക്കാൻ തയ്യാറായിട്ടാണ് കേരളത്തിൻ്റെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ഈ സംഘടനയുടെ ഭാരവാഹികൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഏതായാലും നമ്മുടെ മുൻമന്ത്രി MP ശ്രീ അടൂർ പ്രകാശ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവിധ ഭീഷണികളെയും എല്ലാവിധ പ്രതിബന്ധങ്ങളെയും തടഞ്ഞു നിർത്തിയാണ് നിങ്ങൾ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം ശക്തമാക്കി മുമ്പോട്ട് കൊണ്ടുപോകും. ഈ കുറഞ്ഞ കാലയളവിൽ എനിക്ക് ഈ സംഘടനയുമായി ഇടപെടാൻ കഴിഞ്ഞത് അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ഇവിടെ നേരത്തെ ശ്രീ ഹാരിസ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കാർക്കും 95% ഉദ്യോഗസ്ഥന്മാർക്കും കഴിഞ്ഞ 7 വർഷമായി വീടിരിക്കുന്ന ജില്ലയിൽ പോലും ജോലി ചെയ്യാൻ കഴിയാതെ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ സംഘടനയുമായിട്ടുള്ള അഫിലിയേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ, അതായത് നിങ്ങളുടെ വിപതി ധൈര്യത്തിനെപ്പറ്റി പറയുമ്പോൾ വളരെ പ്രശംസനാർഹമാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. കാരണം നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തോടുള്ള കൂറാണ്. നിങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്ര പ്രതിബന്ധം വന്നാലും അതിനെ നേരിട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ സംഘടനയിൽ ഉറച്ചു പ്രവർത്തിക്കുവാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നാണ് എനിക്ക് ആമുഖമായി പറയുവാനുള്ളത്. പ്രവർത്തനങ്ങളുടെ ഇടയിൽ ചിലരെയൊക്കെ ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ളവരെയൊക്കെ ചില ധാരണയുടെ അടിസ്ഥാനത്തിലോ തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലോ ഒക്കെ വിമർശിക്കേണ്ടിയും അതുപോലെ തന്നെ സ്വന്തം താല്പര്യങ്ങൾക്ക് വിപരീതമായി നിൽക്കുന്നുവെന്ന തോന്നലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കണം എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. കാരണം നമുക്ക് ഈ ഒരു സംഘടനയെ കഴിഞ്ഞ 11 മാസമായി എന്ന് തോന്നുന്നു, കഴിഞ്ഞ 11 മാസമായി സംഘടനയാക്കി തീർക്കാൻ ഒരുപാട് യുദ്ധം, നമുക്ക് ആഭ്യന്തര യുദ്ധം ഇതിനകത്ത് നടത്തേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അത് അറിയാമെന്നുള്ളതാണ്. ആ യുദ്ധം നടത്തിയായാലും പരമാവധി ആളുകളെ, അംഗങ്ങളെ ഇതിനകത്ത് ഉൾപ്പെടുത്തി നിർത്തിക്കൊണ്ട് കഴിഞ്ഞ 11 മാസമായി ശ്രീ ഹാരിസ് വന്നിട്ട് ഒരു 7 മാസമാവും അല്ലേ 8 മാസം കൊണ്ട് നമുക്ക് സംസ്ഥാനത്തുടനീളം സംഘടനയ്ക്ക് വേണ്ടി 8 അല്ലെങ്കിൽ 9 പരിപാടികൾ നമുക്ക് നടത്താൻ കഴിയും. അത് ഒരുപക്ഷെ എൻ്റെ ഒരു വിഭാവനയും ഹാരിസ് ഉൾപ്പെടെയുള്ള ഭരണസമിതിയുടെ ആർജവവും കൊണ്ടാണ് അത് നടന്നതെന്നും ആ പരിപാടികൾ വഴി നമുക്ക് വലിയൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമായി എന്നുമാണ് ഞാൻ കരുതുന്നത്. അതിൽ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഏതായാലും 30-ാം തീയതി ശ്രീ ഹാരിസ് റിട്ടയർ ചെയ്യുകയാണ്. അദ്ദേഹം കാണിച്ച ആത്മാർത്ഥതയെ സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് ഒരു പൂച്ചെണ്ടർപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം പ്രസിഡന്റ്
നേരെ ഒന്ന് തിരിഞ്ഞു നിന്നാൽ നമ്മുടെ ഈ പരിപാടികളൊന്നും നടക്കാതെ പോകും. അല്ലേ സുബ്രഹ്മണ്യജി? അപ്പോൾ നമുക്ക് വേണ്ടത് സംഘടനാ പ്രവർത്തനമാണ്. ഇന്ന് ഞാനൊരു വീരവാദം പറയുന്നൊന്നുമല്ല. ഇന്ന് നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് മറ്റ് സർവീസ് സംഘടനകളുടെ ഭാഗത്തു നിന്നും ആളിൻ്റെ എണ്ണമൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മുടെ നേരത്തെ റവന്യൂ മന്ത്രി ഇവിടെ ആളിൻ്റെ എണ്ണമൊക്കെ സൂചിപ്പിച്ചു. എന്താണ് ഏതാണ് എന്നൊക്കെ നമുക്ക് പരസ്പരം അറിയാവുന്നുള്ള കാര്യമാണ്. പക്ഷെ ഉള്ള സംവിധാനം വെച്ച് നമുക്കൊരു അംഗീകാരം മറ്റ് സംഘടനകളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ കാലപരിധിയിൽ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്ക് സഹായമായി എന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണും. ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, ആർക്ക് എങ്കിലും എന്നോട് അസഹിഷ്ണുത തോന്നിയാൽ ക്ഷമിക്കണം എന്ന അഭ്യർത്ഥനയോടി സംഘടനയുടെ ഭാരവാഹിത്വം കിരീടം വെച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങാനുള്ള ഒരു സംവിധാനമാക്കി മാറ്റരുത് എന്നാണ് എനിക്ക് വളരെ വിനീതമായി നിങ്ങളോട് പറയുവാനുള്ളത്. സംഘടനയുടെ ഭാരവാഹിത്വം എന്തിനു വേണ്ടിയുള്ളതാണ്? പ്രവർത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് വളരെ ശക്തമായി പ്രതിപക്ഷ സംഘടന എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിച്ച് നിന്നില്ല എങ്കിൽ നമ്മുടെ സ്ഥിതി വളരെ ശോചനീയമായി പോവും. പ്രവർത്തിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരും, പ്രവർത്തിക്കുമ്പോൾ തടസ്സങ്ങൾ വരും. അവിടെ ഒന്നും പതറാതെ നിന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു നേതൃത്വം നമുക്ക് കുറഞ്ഞ കാലയളവിൽ ഉണ്ടായി. അതിനിയും തുടരണം എന്നാണ് എനിക്ക് നിങ്ങളോട് വളരെ വിനീതമായി പറയുവാനുള്ളത്. ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ നിങ്ങൾ 135 പേരെയാണ് ഇവിടെ പ്രതീക്ഷിച്ചത്, അല്ലേ? 140. ഇപ്പോൾ എത്ര പേര് കൂടുതൽ വന്നു വരും? അതിലൊക്കെ ഒന്നുകിൽ ആ എണ്ണം പൂർത്തീകരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ പേരെത്തുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു 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 ശക്തി കൊണ്ടാണ് എന്നാണ് ഞാൻ ധരിക്കുന്നത്. അപ്പം ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നമുക്ക് കൂട്ടായി പ്രവർത്തിച്ചു പോയാൽ, ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചു പോയാൽ ഏത് സർക്കാരിൻ്റെയും ഭീഷണിയെ അതിജീവിക്കുവാൻ നമുക്കത് സാധ്യമാവും. അതിന് നിങ്ങളുടെ മാതൃപ്രസ്ഥാനം, നമ്മുടെ മാതൃപ്രസ്ഥാനം നമ്മളോടൊത്ത് എപ്പോഴും ഉണ്ടാകും എന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. രണ്ടാമത്, നിങ്ങളൊക്കെ നിങ്ങളുടെ ഭാവിയെപ്പറ്റി ആലോചിക്കുന്നോ ഇല്ലയോ എന്നെനിക്ക് സംശയമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുക്കാനുള്ള പരിധി പകുതിയിൽ 60% കുറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്ഥിതി എവിടെ നിൽക്കും എന്നുള്ളത് നിങ്ങൾ മുന്നിൽ കാണണം. ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇപ്പോൾ ശ്രീ ഹാരിസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ തന്നെ 20,000 കോടി രൂപയുടെ ബാധ്യത നിലനിൽക്കുകയാണ് സർക്കാർ ജീവനക്കാർക്ക്. സർക്കാർ തരേണ്ട ബാധ്യത അത് എവിടെ നിന്ന് പരിഹരിക്കും? അത് പരിഹരിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതിൽ തന്നെ നമുക്ക് സംശയമാണ്. അത് പരിഹരിക്കാതെ നിൽക്കുമ്പോഴാണ് സർക്കാരിന് കേന്ദ്ര സർക്കാരിൽ നിന്നും കടമെടുക്കാനുള്ള പരിധി 60% നിലവിലുള്ളതിൽ നിന്നും കുറച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെ പോയി നിൽക്കും? ഭാവിയിൽ KSRTC ജീവനക്കാരുടെ ഒരു സ്ഥിതിയിലേക്ക് സർക്കാർ ജീവനക്കാർ എത്തിക്കൂടാ എന്ന് നമുക്ക് ആലോചിക്കേണ്ട ഒരു സാഹചര്യമാണെന്നുള്ളത്. ഇവിടെ നടക്കുന്ന ഒരു ഭ്രാന്തൻ ഭരണമാണ്. എല്ലായിടവും കത്തിക്കുന്നു. MP ഇവിടെ സൂചിപ്പിച്ചതുപോലെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ 3 ഓഫീസുകൾ ഇന്ന് ആലപ്പുഴ ഉൾപ്പെടെ കത്തി. സെക്രട്ടേറിയറ്റിൽ 2 തവണ തീ കത്തി. പിന്നെ അങ്ങനെ എല്ലാ സ്ഥലവും തീ കത്തുകയാണ്. ഇനിയിപ്പോൾ മിക്കവാറും കത്താൻ പോകുന്ന ഊരാളുങ്കലിൻ്റെ ഓഫീസായിരിക്കും. എനിക്ക് തോന്നുന്നത് അതാണ്. ഊരാളുങ്കൽ സർവ്വവിദ്യയും പയറ്റി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഊരാളുങ്കലിൻ്റെ ഓഫീസ് കത്തും. സംസ്ഥാനത്തെ തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഓഫീസുകൾ കത്തും. ഇതെല്ലാം കത്തിപ്പോയില്ല എങ്കിൽ ഒരു വലിയ വിഭാഗം കൊള്ളക്കാരന്മാരായ ഉദ്യോഗസ്ഥന്മാർക്ക് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഗവൺമെൻറ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ നിങ്ങൾ പ്രാപ്തരാകണം. അതിൽ ആരെയും കൂസാതെ നിങ്ങളുടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥത നിങ്ങൾ കാണിക്കണം എന്നാണ് എനിക്ക് വളരെ വിനീതമായി പറയുവാനുള്ളത്. ഈ ഗവൺമെൻറ്
ഏത് നിയമവിരുദ്ധ നടപടിയും നടത്തുവാൻ ഉദ്യോഗസ്ഥന്മാരെ പ്രേരിപ്പിക്കും. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ഇന്ത്യയിൽ ആദ്യമായി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്, ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, ഒരു IAS ഉദ്യോഗസ്ഥൻ 112 ദിവസം ജയിലിലായി. ഇതെവിടെ കേട്ടിട്ടുണ്ട് ഹാരിസ് സാഹിബ്? എനിക്കറിഞ്ഞൂടാ. ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി IAS ഉദ്യോഗസ്ഥൻ 112 ദിവസം തടവിലായി പോയി. അതിൻ്റെ അർത്ഥം ഭരിക്കുന്നവർ ഏത് നിയമവിരുദ്ധ നടപടിക്കും ഉദ്യോഗസ്ഥന്മാരെ പ്രേരിപ്പിക്കും. അതിൻ്റെ ഒരു ബലിയാടാണ് ശ്രീ ശിവശങ്കർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ നോക്കി ചെയ്യണം. അഴിമതി ചെയ്യാൻ, അഴിമതിക്ക് പ്രേരിപ്പിച്ചാൽ പരമാവധി അതിന് വഴങ്ങാതെ, നിവൃത്തിയില്ലെങ്കിൽ ലീവ് എടുത്ത് നമുക്ക് കുറച്ച് ദിവസം വീട്ടിൽ നിന്നാലും നമ്മുടെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ നോക്കിക്കാണണം എന്നാണ് എനിക്ക് വളരെ വിനീതമായി പറയുവാനുള്ളത്. ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. വളരെ വിലപിടിപ്പുള്ള ക്ലാസ്സുകൾ എടുക്കാനും അത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാനും ഹാരിസ് സാഹിബും ശ്രീ സുബ്രഹ്മണ്യം ഒക്കെ കൂടെ ചെന്ന് നമ്മുടെ ആരാധ്യനായ KPC പ്രസിഡന്റിനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുകയായിരുന്നു. പക്ഷെ ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഇന്നും നാളെയും ഇവിടെ നിൽക്കാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു അന്ന്. അപ്പം നാളെ ഇപ്പോഴത്തെ അറിവനുസരിച്ച് മിക്കവാറും അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്നും, ഉണ്ടായാൽ അദ്ദേഹത്തെ നമുക്ക് ഇങ്ങോട്ടൊന്ന് വിളിച്ചുകൊണ്ട് വരുവാനുള്ളൊരു ശ്രമം നമുക്ക് നടത്താമെന്നും വന്നു കഴിഞ്ഞതിന് ശേഷം കൈയടിച്ചാൽ മതി. ഞങ്ങൾ ഒരു സംസാരം നടത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ പരമാവധി നമുക്ക് നാളെ ഇവിടെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമവും നടത്താം. ഈ ക്ലാസ്സുകൾ വളരെ ഊർജിതമായി ശ്രദ്ധിച്ച് അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി മുമ്പോട്ട് പോയി നമുക്കൊരു പുതിയ ആവേശം ഈ ക്യാമ്പോടുകൂടി ഉണ്ടാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് KPCCയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് നമ്മുടെ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ KJ കുര്യാക്കോസ് സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഹാരിസ്, നമ്മുടെ KGOയുടെ ചാർജ് വഹിക്കുന്ന ബഹുമാനപ്പെട്ട KPCC ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് G. സുബാൻ സാർ, ഇതിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ, നേതാക്കന്മാരെ, സദസ്സിലുള്ള കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ എത്തി. നിങ്ങളെല്ലാവരും ഗസറ്റഡ് ഓഫീസർമാരാണ്. ഈ തിരക്കുള്ള സമയത്തും 2 ദിവസം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇതിനുവേണ്ടി നമ്മുടെ സംഘടനയുടെ മുമ്പോട്ടുള്ള ചലനത്തിന് വേണ്ടിയിട്ട്, ഈ സംഘടനയെ കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഇവിടെ ഈ കഷ്ടപ്പാടുകൾ സഹിച്ചെത്തിയിട്ടുള്ള, വളരെ ഇന്നലെയൊക്കെ യാത്ര ചെയ്ത് ക്ഷീണിച്ചും ഒക്കെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദനം അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഈ സെഷനുകൾ ഇനി വളരെയധികം നമ്മൾ ലേറ്റായിട്ടാണ് പോകുന്നത്. ഒരു ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സമ്മേളന പരിപാടിയല്ല. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായമായ രീതിയിലാണ് അവിടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഗത്ഭന്മാരെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയമൊന്നും കവർന്നെടുക്കുന്നില്ല. ഇനിയും ഈ ക്യാമ്പിൽ നിങ്ങളൊക്കെ ആയിട്ട് സംസാരിക്കാനും സംവേദിക്കാനും സമയമുള്ളതുകൊണ്ട് ഞാൻ ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു, എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ജയ് KGO. ഈ ഉദ്ഘാടന സെഷന് നന്ദി രേഖപ്പെടുത്തുന്നതിന് സംസ്ഥാന ട്രഷറർ ശ്രീ BB ഗോപകുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ KGOയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ഹാരിസ് അവറുകൾ, യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ MP അടൂർ പ്രകാശ് സാർ, നമ്മുടെ KPCCയുടെ ജനറൽ സെക്രട്ടറിയും സർവീസ് സംഘടന ചാർജുമുള്ള അഡ്വക്കേറ്റ് G. സുബോധൻ സാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സുബ്രഹ്മണ്യൻ, നമ്മുടെ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി KJ കുര്യാക്കോസ്, ബീന ടീച്ചർ,
മറ്റ് KGUവിൻ്റെ സംസ്ഥാന ഭാരവാഹികളെ, ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറിമാരെ, വളരെ ഗംഭീരമായ ഒരു ക്യാമ്പാണ് നമ്മളിവിടെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും അതുപോലുള്ള സെഷൻസുമാണ് നമ്മൾ പ്രാമുഖ്യം ചെയ്യുന്നത്. നമുക്കറിയാം, ഇത്രയും പ്രതിസന്ധി ഘട്ടത്തിൽ പോലും സംഘടനയുടെ ഊർജ്ജസ്വലമായി 7 വർഷം സർക്കാർ വന്നിട്ടും അടിയുറച്ച് നമ്മുടെ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുകയും, ഞങ്ങൾ ആദ്യം സംസ്ഥാന ഭാരവാഹികളിൻ്റെ എണ്ണം എടുത്തപ്പോൾ 150, 160 പേരൊക്കെ വളരെയധികം താല്പര്യം. ഞങ്ങൾ എണ്ണം കുറയ്ക്കുവാൻ നോക്കി. കാരണം നമ്മുടെ സാമ്പത്തികം വളരെയധികം ചെലവിട്ടാണ് നമ്മുടെ ക്യാമ്പ് നടത്തുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ക്ലാസ്സുകളൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രസംഗത്തിന് പ്രസക്തിയില്ല. എന്നിരുന്നാൽ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇതിന് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ അടൂർ പ്രകാശ് സാറിനെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. നമ്മുടെ സംഘടനയുടെ എല്ലാ കാര്യങ്ങൾക്കും KPCCയുടെ ചാർജുള്ള KPCC ജനറൽ സെക്രട്ടറിയുടെ സുബോധൻ സാറിവിടെ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും ദൈനംദിനമായി പ്രവർത്തനങ്ങളിലും നമ്മുടെ സംഘടന നേരിട്ട പല പ്രതിസന്ധികളും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ട് വളരെ കൃത്യമായി നമുക്ക് സംഘടന മാർഗനിർദ്ദേശം അനുസരിച്ച് പോകാൻ സാധിച്ചു. സാറ് ഇവിടെ രാവിലെ തന്നെ എത്തി. സാറിന് KGUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ മാസം റിട്ടയർ ചെയ്യുകയാണ്. 8 മാസം കൊണ്ട് അദ്ദേഹം സംഘടനയിൽ ഒരു ഉണർവും ഊർജവും ഉണ്ടാക്കി എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ അടുത്ത ഒരു സുഹൃത്തും കൂടിയാണ്, അദ്ദേഹമാണ് അധ്യക്ഷൻ. അദ്ദേഹത്തിന് ഞാൻ ഔദ്യോഗികമായിട്ട് ഒരു നന്ദി അറിയിക്കുന്നു. KGUവിൻ്റെ ജനറൽ സെക്രട്ടറി സുബ്രഹ്മണ്യൻ സാറിന് ഞാൻ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ മുൻ ജനറൽ സെക്രട്ടറിയും നമ്മുടെ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറിയുമായ കുര്യാക്കോ സാറിന് ഞാൻ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ബീന ടീച്ചറിന് ഞാൻ യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ബിനോജ്, മറ്റ് സംസ്ഥാന ഭാരവാഹികൾ CV ബെന്നി, ബിജു രാമേന്ദ്ര സാർ, സുബൈർ കുട്ടി, ഹുസൈൻ സാർ, ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ രാജേഷ്, മറ്റ് ജില്ലാ പ്രസിഡന്റുമാരെ, സെക്രട്ടറിമാരെ, ഇന്ന് യോഗത്തിൽ വന്ന എല്ലാവർക്കും ഓരോരുത്തരോടും പ്രത്യേകം നന്ദി പറഞ്ഞു നിർത്തുന്നു. ജയ് KGU. ഈ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഈ ക്യാമ്പ് നടത്തുന്നത് വളരെ ലാഘവത്തോടു കൂടി നമ്മൾ കാണരുത്. കാരണം ഞാൻ രാവിലെ ഈ ഉദ്ഘാടന സെഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഒന്ന് അയഞ്ഞത്. എല്ലാവരും വന്ന് ചേരണമല്ലോ എന്നുള്ള ഒരു കാര്യത്തിൻ്റെ പുറത്താണ്. പക്ഷേ ഇതിപ്പോൾ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിലേക്കാണ് പോകുന്നത്. ഇവിടെ പരിപാടി നടക്കുന്നു, കുറേ പേര് വെളിയിലിറങ്ങി വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നു, ചായ കുടിക്കുന്നു. ഇതൊക്കെ നമ്മൾ പ്രോഗ്രാം നോട്ടീസിൽ കൃത്യമായി ചായ കുടിയുടെ സമയവും ഉച്ചഭക്ഷണത്തിൻ്റെ സമയവും ഒക്കെ നമ്മൾ കൃത്യമായി നിജപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു പ്രോഗ്രാം കമ്മിറ്റി നമ്മൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് കൊടുത്തിരുന്നു, ഒരു പ്രോഗ്രാം കമ്മിറ്റി. അതിനൊരു ചീഫിനെ വെച്ചിരുന്നു, ബിജു രാമേന്ദ്രൻ. അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ഇതിനകത്ത് ആളുകളൊക്കെ കയറി ഇറങ്ങണം, പിന്നെ ഇതിനകത്ത് വെളിയിൽ നിൽക്കുന്നവരെയൊക്കെ കയറ്റി നിർത്തണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ 5 മിനിറ്റ് ചായ കുടിക്കാൻ തരും, അതിന് ശേഷം ഞാൻ അറ്റൻഡൻസ് എടുക്കും. എൻ്റെ കയ്യിലുണ്ട് ഓരോ ജില്ലയിൽ നിന്നും ഇവിടെ പങ്കെടുക്കുന്ന പ്രതിനിധികളുടെ എണ്ണം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ബാഡ്ജും ഭക്ഷണവും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പാണ് നമ്മളിവിടെ നടത്തുന്നത്. അപ്പോൾ ഒരാൾ അതിനകത്ത് മിസ്സായാൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഏകദേശം 5,000+ ആണ് ഒരാൾ മിസ്സായാൽ. അപ്പം അതുകൊണ്ട് ഇവിടെ ക്യാമ്പിന് വന്നാൽ അടൂർ പ്രകാശ് സാർ പറഞ്ഞതുപോലെ ഞാൻ ആരെയും പുറത്തു നിർത്താനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അത് ഒരു ഗസറ്റഡ് ഓഫീസർ ആണെന്നുള്ള ആ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ നടത്തുന്ന ക്യാമ്പ് വളരെ പ്രധാനപ്പെട്ട സെഷനുകളാണ്. ഡൽഹിയിൽ നിന്നും ഒക്കെ 2 പേര് ഫ്ലൈറ്റിൽ ഈ ഹോട്ടലിൽ തന്നെ തങ്ങുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട സെഷനുകളാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കൃത്യം ഇപ്പോൾ ഏകദേശം 12:06 12:15 തിരിച്ചു വരികയും നമ്മൾ 12:15 ഞാൻ അറ്റൻഡൻസ് എടുത്തതിന് ശേഷമേ ഞാൻ VIP-കളെ പോലും ഈ അടുത്ത സെഷനിലേക്ക് ഞാൻ പങ്കെടുപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചായ കുടി കഴിഞ്ഞിട്ട് മുഴുവൻ ആളുകളും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയോട് പറയുന്നു, മൊത്തം ആളുകളും ഈ ഹാളിലേക്ക് പ്രവേശിച്ചിരിക്കണം. നമ്മൾ 152 പേരാണ് സ്റ്റേറ്റ് കൗൺസിലേഴ്സ് ഇവിടെ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കാഴ്ചയിൽ നമുക്കത് പ്രതിഫലിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായും ചായ കൂടി പെട്ടെന്ന് പൂർത്തിയാക്കി അടുത്ത സെഷൻ ആരംഭിക്കുന്നതിലേക്ക് എല്ലാവരും ഈ ഹാളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 12:15 തിരിച്ചു വരണം.
സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ ആശിഷ് ഖേദൻ, ശ്രീമതി ശ്വേത ഭട്ട്, എല്ലാവരെയും വിനീതപൂർവ്വം ഈ സ്റ്റേജിലേക്ക്, ഡയസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ സെഷൻ ആരംഭിക്കുകയാണ്. വെൽക്കം ഡിഗ്നിറ്ററീസ്. As the State President of Kgou, a service organization of gazetted officials of Kerala government, we proudly welcome Ashish Khetan and Srimati Shweta Bhatt to our prestigious leadership camp. The topic of discussion being anti-fascism. We have got here two individuals whose life has been a struggle or andolan against the fascist government ruling the country. I am proud to welcome Sri Ashish Khetan ji, who has been a pillar stone of AAP government in Delhi, which has brought watershed change in policy making, public justice and transparency in governance. His credentials as investigative journalism, judicial observer and eminent lawyer cannot be left unsaid. Whether part of government machinery or not, we do hear a lot from him in the form of educative and informative articles in major English publications. He is well known for his fight against injustice and fascism. The grit showed by him to fight BJP stalwart in 2014 Lok Sabha election has been truly commendable. I welcome him to the seminar and hope his professional credentials and struggle against injustice of a fascist regime will enlighten us. I would like to welcome Shweta Bhatt, an activist who has stayed bold, courageous and unwavering in front of fascist totalitarian regime along with her husband Sanjeev Bhatt and vindicated IPS officer of Gujarat Kedar. Under the Modi Shah regime, innocent, law-abiding, truthful individuals has been long harassed and mistrusted. The story of Bhattji's family to stand tall and never bow has been truly inspirational, and their sacrifices will mark his history for the next generations to see. I welcome Shweta Bhatt to this event by repeating her strong words which identifies her as person and activist. We may be bloodied and battered and bruised, but we remain unbroken, unbent and unbowed. As democratic and free citizens of India, we all support you and your family in the fight against terrorism, against the terror state that is ruling in India. I heartily invite Srimati Beena Puvatil, our energetic Vice President of Kgou, Principal of Higher Secondary Alchavattam, Kozhikode, to preside over the function and welcome her to the dais. I also invite Dr. Rajesh, State Secretary of Kgou, to welcome these dignitaries to this session. I also invite Sri S. Binoj, the State Secretary, to facilitate vote of thanks for the session. വളരെ നന്ദിയോടുകൂടി, വളരെ ഹൃദയപൂർവ്വം കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ MLA, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ MK മുനീർ അവരുടെ ഈ യോഗത്തിലേക്ക് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡോക്ടർ സരിൻ, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തു. ഈ സെഷനിൽ പ്രിസൈഡ് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നമ്മുടെ ബീന പൂവത്തിൽ മാഡത്തിനെ ക്ഷണിക്കുന്നു. വെൽക്കം അഡ്രസ് ഡോക്ടർ രാജേഷ്. നമ്മുടെ ഗസ്റ്റിനുള്ള ബാഡ്ജ് എത്തിക്കണം. ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് ശ്രീമതി ബീന പൂവത്തിൽ and the dignitaries in the dais, Shri Abdul Haris, President of Kgou, Shri Ashish Khetan ji, Srimati
Shweta Sanjeev Bhatji, and my boss, Dr. M.K. Munir, and Dr. P. Sarin, and the other dignitaries in and out the dais who present here. സ്വാഗതം മലയാളത്തിൽ പറയുന്നതാണ് മര്യാദയെന്നറിയാം, എങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ രണ്ടുപേർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ഔപചാരികമായി സ്വാഗതം മലയാളത്തിലേക്ക് മാറ്റാം. നമുക്കറിയാം, today it is a historic day in the case of KGOU, because each and everyone from south to north is gathering here to safeguard the democratic system of our country. Some people ask me, why you are organizing such a seminar like this anti-fascist seminar? As you as a service organization, you have many problems with you regarding your raising the wages, then your DA pendings, your leave surrender pendings, everything. But why we might advance as an advocate of anti-fascist ideology? This is the only answer for them. This is the last train for us to fight against. The last train will come in 2024. And in the 2024, we have to prevent this fascist government from the center and also from the state also. And in order to safeguard the interest of the democratic system of the country, we have to organize such preventive measures here. But you know that the neo-fascists in the country downtrodden the entire system which our country develops in the last 76 years. And there are many people who have different opinion. Some says that there is no fascism in the country. There is no political condition for fascism in the country. As you know, Mr. Prakash Karat, the former secretary of CPM, says that there is no chance for fascism in India. But at the same time, some famous Romila Thapar says that India is on the way to fascism. But we know that some says that India has already reached fascism. So in this context, the question and investigation of what is the Indian reality regarding fascism is very much relevant. Here we have 4 guests of different views and opinions. One is Mr. Ashish Ketanji, a renowned journalist, columnist, and a lawyer who is now the assistant professor in the Jindal University, Delhi. I don't know how to invite him in this auspicious occasion because in the first time when I talked to him, he 100% guaranteed me if I will be here in Trivandrum, and Dr. Munir helped me to have the basic support for me to invite Mr. Ketanji here, and he came here yesterday itself and have our guest in the last 24 hours here. And you know that he is one of the leading journalists in India, and he had revealed out the biggest stories in the last 20th century. And you hear about his book, Undercover, My Journey into the Darkness of Hindutva. Now it is out of print, I think, like that. He explains the story of something that happened nearly the 2 decades of the country. But the book is not the last 2 decades story. It is actually the portrait of the present and the future of this India. And I invite, with the permission of the dignitaries here and with the permission of my friends, I invite Mr. Ashish Ketanji here with your I don't know how to welcome him. Then another one, Shweta Sanjeev Bhatji. I have the relation with her due to Dr. Munir's permission that in the last, I think in the 4 years back, you first came here in the Trivandrum for the lawyers conference here, I think like that. And at the time I received her from the airport, and I have a great this welcome here. And I think the brave woman now in India, who never bowed his backbone in front of anyone, that is Shweta Bhatji. Because her husband, Shri Sanjeev Bhatji,
he's actually in jail for the last 5 years for giving an affidavit against Narendra Modi, the then Chief Minister of Gujarat. That is the only thing that he's sentenced in jail. ബഹുമാന്യനായ നമ്മുടെ DCC പ്രസിഡന്റ് ശ്രീ പാലോട് രവി സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുന്നു. And I invite, today morning, Shweta Bhattji asked me to return back from Kochi itself to Ahmedabad because her mother is now very hospitalized at Ahmedabad. So she want to return back in the morning itself. But my friend, Mr. Saju, the MSF All India President from Kochi, talk to her and bring here in this ceremony. I once again welcome Shweta Bhattji here. പിന്നെ ഞാൻ ഒരു സ്വാഗതം പറയുക എന്നുള്ളത് തീർത്തും അഭംഗിയായി പോവും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിങ് ഓഫീസറും എൻ്റെ കൺട്രോളിങ് ഓഫീസറും എൻ്റെ നിങ്ങളൊക്കെ പറയുന്ന ലീഗ് MLA ആയ ഡോക്ടർ MK മുനീറിനെ ഞാൻ ആദരപൂർവ്വം നിങ്ങളുടെ അനുമതിയോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് ബഹുമാന്യനായ ഡോക്ടർ സരിൻ അവറുകളെയാണ്. ഒരു ചെറുപ്പക്കാരൻ പിന്നെ ആൻറ്റി ഫാസിസ്റ്റ് പോരാട്ടത്തിനാണോ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് അറിയില്ലെങ്കിലും ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിൽ നിന്ന് എന്തിനാണ് രാഷ്ട്രീയത്തിലേക്ക്, എല്ലാവരും രാഷ്ട്രീയത്തിൽ നിന്ന് സിവിൽ സർവീസിലേക്ക് പോകുമ്പോൾ സിവിൽ സർവീസിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നൊരു ചെറുപ്പക്കാരൻ ഡോക്ടർ P. സരിൻ, വളരെ സൗഹൃദപരമായൊരു ബന്ധം. വിളിച്ചപ്പോൾ തന്നെ ഒരു മെസ്സേജ് അയച്ചപ്പോൾ തന്നെ ഞാനുണ്ടാകുമെന്ന് പറഞ്ഞു. ഇടയ്ക്കൊന്ന് സ്കിപ്പ് ചെയ്യുമെന്ന് തോന്നിയപ്പോൾ ഞാൻ സുജിത്തിനെ കൊണ്ടൊന്ന് ബ്ലോക്ക് ചെയ്യിച്ചു. എന്തായാലും ഇന്ന് രാവിലെ ഇവിടെ എത്തി, നമ്മളോടൊപ്പം വളരെ നേരത്തെ ഇവിടെ എത്തി നമ്മുടെ ഭാഗമാകാൻ കഴിഞ്ഞു. വലിയൊരു സദസ്സിൻ്റെ മുമ്പിൽ ഇതുപോലൊരു അവസരം തന്ന നിങ്ങൾക്ക് ഓരോരുത്തരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സർ, സാർ ഈ സെഷനിൽ ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു പോകും. നമ്മുടെ ബഹുമാന്യനായ DCC പ്രസിഡന്റ് ശ്രീ പാലോട് രവി സാർ, അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. Respected dignitaries on the dais, എത്രയും പ്രിയപ്പെട്ട MLA മുനീർ സർ, ഡോക്ടർ സരിൻ, ആശിഷ് കേതൻ, ശ്വേത ഭട്ട്, DCC പ്രസിഡന്റ് പാലോട് രവി, മറ്റ് ബഹുമാന്യരെ, നമ്മുടെ രാജ്യം ഭയാനകമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ജനാധിപത്യവും മതേതരത്വവും അട്ടിമറിക്കപ്പെടുന്നു. ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിനായി ഈ രാജ്യത്തെ മതസൗഹാർദ്ദം തകർക്കുന്നു. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് നടപ്പിലാക്കുമ്പോൾ ഈ രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടയ്ക്കപ്പെടുന്ന ഭീതിതമായ ഒരു കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. ഈ കാഴ്ചയുടെയൊക്കെ മുന്നിൽ നിന്നാണ് നമ്മൾ ഇൻവേഷൻ ഓഫ് ഫാസിസം എന്ന സെമിനാർ ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് നൗ വി ഹാവ് എ റെക്കോർഡ് വിക്ടറി in Karnataka. We know that Karnataka victory is a long walk for Congress to Delhi. Karnataka election result is one that foretells the future of democracy in India, that foretells the future of secularism in India, that foretells the future of Nehruvian scientific temper in India. Karnataka election, that I think Karnataka election result is a sign of the end of fascism in India. In this anti-fascist seminar, we are discussing about the invasion of fascism on the Indian democracy. Four eminent personalities are sitting on the dais to address this topic. First of all, I invite Mr. Ashish Ketan. He is a lawyer, author and columnist. He is an investigative journalist. He penetrated deep into the world of Hindutva and uncovered the hate-filled black face of Hindutva fascism. Sir, I proudly invite you to address this seminar.
Dr. M.K. Munir, Dr. P. Sareen, Shri S. Vinoj, Mrs. Shweta Sanjeev Bhatt, Dr. R. Rajesh, Srimati Beena Povathil, and all the other respected dignitaries present here. Thank you so much for inviting me over here. Well, I do not deserve so much of praise which has heaped on me. There are other activists and citizens like you have done far more for this country than I have. My story is very brief. As an investigative journalist, I went undercover in the state of Gujarat on 3 separate occasions. In the winter of December 2004, then again in April 2007, and once more in May 2007. I was then working with Tehelka magazine at that time, which was known for its investigative journalism. And as the previous speaker informed you, that I managed to penetrate deep into the hate-filled world of Hindutva. And it was not a pleasant experience, actually. As an undercover reporter, I shared meals and conversations with those who had committed the most gruesome crimes in the name of their faith. And I heard stories of rape from the mouths of rapists while casually sipping a cup of tea in their homes. As an investigative reporter and undercover reporter, I had to rejoice with mass murderers as they boasted about their exploits, which is killing women, smashing small children against rocks while their parents washed, setting men on fire, setting former Congress MP Ehsan Jafri on fire, lynching him, how he was killed, slashing at the elderly and infirm with swords and machetes as they shrieked for help. For 6 months, I spoke the same hate-filled language as they were speaking. And these mind-numbing, stomach-churning conversations sometimes stretched late into the night. And I lived every day with the fear that I would be caught out, that they would see through my assumed identity, or that I would be frisked one day and they would find that I was wearing wires. And I had spy cameras on my body, on my shirt, in my diary. But I was lucky they never did find the wire, and I was able to return each time with new facts, with confessions caught on tape, and with a lot of evidence against the involvement of the state machinery in not only the riots and extrajudicial killings, which they used to call encounters, but also subsequently the cover-up, how justice was denied, how public prosecutors, instead of dispensing justice, they actually were weakening cases, and how the entire machinery, state machinery, was complicit. So I came back with hours and hours of secretly recorded footage and volumes of transcripts that chronicled the darkest underbelly of the Gujarat government. More than 1,000 people were killed in the 2002 Gujarat riots, and the sting footage I captured juxtaposes the faces of the murderers with their monstrous deeds. I got Babu Bajrangi on tape, I got his accomplices on tape, I got people who had actually killed Ehsan Jafri on tape, detailing how they actually killed him. And the evidence I collected sketched out the contours of a larger conspiracy as well. It showed that the state of Gujarat created space for mass murder by deliberately retreating from its responsibilities and letting the mobs go on a killing spree, unchecked, unhindered, and at times aided and abetted by the policemen on the ground. And the sting footage contains strong evidence of the government's role in subverting justice through the cynical appointment of card-carrying members of the Sangh Parivar as public prosecutors, among other things. And all the undercover operations, they spurred fresh criminal investigations because they were broadcast on national media, they were carried in print, and these stories were examined by the Supreme Court appointed Special Investigations Team. My investigative report on police custodial killings was published in April 2007 and was examined and accepted by the retired Supreme Court Judge H.S. Bedi. Justice Bedi recommended the state of Gujarat to register criminal offences against the police officers whose names were disclosed in my story. But unsurprisingly, the Gujarat government has been contesting the Bedi report. So the criminal offences have not been registered till date. The sting operation I carried out in December 2004 was subject to an inquiry by the Registrar General of the Supreme Court, B.M. Gupta. He carried out an 8-month-long judicial probe into the constant flip-flopping of Zahira Sheikh, who was a key witness to a mass killing in Vadodara.
The Registrar General B.M. Gupta relied on my story to indict the Gujarat government and the BJP leaders for influencing, threatening and bribing riot witnesses and denying them justice. That was in June 2005. Then between 2008 and 2013, I appeared and recorded my testimony before the CBI and then before the SIT in Gandhinagar. The CBI took possession of the sting tapes and they found that they were 100% authentic. The SIT relied on my evidence and produced me as a prosecution witness in four cases. And between 2010 and 2014 and then again in 2011, 2013, I went and deposed in different courtrooms. I identified Babu Bajrangi and associates in court as killers and many other people who were caught on tape. And based on my evidence, some of the people were convicted. Anyway, so that's my story, which is coming back to what is fascism. I have experienced fascism firsthand as a reporter. And I prepared a small slide. I'll just take you through. If that PowerPoint presentation can be opened, yeah. Okay, if it's taking time, I can begin without the presentation. So Mussolini used to say everything within the state, nothing outside the state, nothing against the state. So the state is supreme, nothing outside the state, nothing against the state, and everything within the state. So what is fascism? Along with liberalism, conservatism, communism, socialism, and democracy, fascism is one of the great political ideologies that shaped the 20th century, and it led to the Second World War. The word fascism comes from fascisio, which is pronounced as fascio, F-A-S-H-O as a pronouncement, written as F-A-S-C-I-O. It is an Italian word for bundle. And Italy was the first country to have a party that openly called itself fascist. And Benito Mussolini came up with the term fascism. He created which was in Italy. And he set the playbook and the template for everything that came after. On March 23, 1919, a group called Fasci Italiani di Combattimento met for the first time in Milan. At this rally, Mussolini said that the membership in the new group commits all fascists to a vision of a new state. And Mussolini thought that a democracy was a failed system. He thought that liberty of expression and liberty of parties was a sham and that fascism would organize people under state power. His idea was you would be freer because you would not have any class consciousness. You are just supposed to worship the nation. It's nation over class. Only certain kind of people, though, were part of the nation. So that's the bottom line. Yes, nation over class, but not everybody qualifies to be part of the nation. Certain people get excluded from being part of the nation. Violence was seen as beneficial to society, be gotten rid of violently. And after the First World War, fascists declared the socialist public enemy #1. So there's always
identify power and have been in power for 20 years, 30 years, there's always some resentment and grievance. It could be against the opposition, it could be against the minority community. It is always that you thrive on grievance. Then this constant rhetoric of victimhood. Politics include many distinct strategies, which is mythic past, propaganda, anti-intellectualism, unreality, hierarchy, victimhood, law and order, sexual anxiety, appeals to the heartland, and the dismantling of public welfare and unity. Now, I will not take much more time. I can continue speaking on it till the cows come home. But you have to ask yourself that whether you see all these telltale symptoms of fascism around you as in the present day and age, which is constant resorting to some mythic past. I think some ceremony is being held now, opening of the parliament, and something has been pulled from the mythic past, which is a specter, a Kgou, right? And this propaganda, anti-intellectualism, because they will tell you that the first plastic surgery that ever happened in the world was of Ganesha. They will tell you that in Mahabharata, actually, internet had already been invented by the time Mahabharata, because that's how the live broadcast of Mahabharata was happening to Dhritarashtra, right? Yeah. Okay. If you can. So this unreality, they create an unreal world. At one of the Indian Science Congress, which was not too long ago, they made all kinds of claims. Yeah, if you just go ahead. Yeah, go ahead. Yeah, just behind, one slide back. One slide back. Yeah, this mythic past, as I said, which is that cow urine cures cancer. Rubbing a cow in a certain way can help reduce an individual's blood pressure. Harshvardhan, who was the Minister of Science and Technology, he said that the Hindu Vedas had a theory which trumped Einstein's theory of relativity. And then Tripura's Chief Minister Biplab Dev, he claimed that, as I said, that Sanjay, he had been able to give a blow-by-blow account of the Kurukshetra battle through the internet. And we had 100 Kauravas, because at that time, from one mother, because of stem cell and test tube technology. And by this was said in Indian Science Congress in 2019. G. Nageshwar Rao, the Vice Chancellor of Andhra University, he said that. And yesterday I read a statement by the current ISRO chief. Yes. Yeah, yesterday's paper. And ISRO chief said that all that you see today, the modern invention, science and technology, they were all there in the Vedic past. We had already conquered it, and from India all these ideas traveled to the West. Then West just refined those ideas, and now these ideas have come back to us. So nothing new. Next slide. So then there is a connected word, which is what is Nazism, which is fascism. And Mussolini was a fascist, openly so, and Hitler was a Nazi. So Nazism is a political ideology which is again rooted in the 19th century German racialist movement, emerging in the context of Germany's defeat in World War I, the counter-revolutionary movement, and the rise of fascism in Europe. And it was heavily defined by the Hitler regime and its genocidal campaign in World War II, authoritarian, activist, violent, anti-Semitic, murderously radical. So some parallel you will find between Nazism and fascism. Nazism is an extremist and at times terrorist fringe phenomenon in the post-war period, but has effectively exploited political and technological developments to exercise some influence. Next. And then totalitarianism. This is Stalin. And some totalitarianism you see here in your state as well. Yeah. So who are totalitarians? The word totalitarianism was invented by Italian fascists to encapsulate their drive to nationalize the Italian masses, to incorporate them within a hierarchical, mobilized, militarized community serving the needs of Italy. And American political scientist C.J. Frederick defined totalitarianism as follows, which is a single mass party, system of terror, monopolistic control of mass media, near monopoly of weapons, central control of the economy, and so on. Yeah. And Stalin, which is again
very dear to some of the political forces here in Kerala also. He practiced totalitarianism. Yeah. Next slide, please. Fascism in India. So, in search of answers, critical institutional and ideological infrastructure of a political party. What are the critical institution and ideological infrastructure of any political party? Ideas, institutions, events, programs like the one we are doing, projects, and personalities. Right? Next slide. Now, if you look at the ruling party, you will find different wings and morchas. Next slide. Next slide. Different departments within the party. Next slide. Then training institutes. They have established a lot of training institutes, publications, media cells. Next slide. Next slide. Then you have this in others. Sharirik, Sampark, Prachar, Bauddhik, Vyavastha, and Seva. And there are 36 official affiliate bodies dealing with the diverse issues. I have listed out all those issues. Then there are 100 more bodies which are waiting to become an affiliate. So these bodies, they work for many years, and then when the umbrella body decides to take them as their official affiliate body, then they go into that official umbrella. But until then they work like, they incubate them. It's like an incubator, like startups. They first develop a startup and then they officially include them. Then there are different publications I have listed. Next. Next slide. Then there is a scholastic project. Vidya Bharati Akhil Bharati Shiksha Sansthan, formed in 1977, runs a network of over 12,828,000 schools called Saraswati Shishu Mandir with 3.5 million students enrolled. It is the largest private school network in India. Then there are teacher training colleges. There are almost 12,000 informal education centers, which they call Ekal Vidyalayas and Sanskar Kendras. Next slide. Then there is Vidya Bharati Alumni Network. Then there are annual conclaves held. Then what is Parivar? Network of networks. That is one network I showed you. Parivar is a network of networks. Okay. Then political groups they affiliate with. Today they affiliate with BJP, but they can affiliate with any group if they want to, if they think that their agenda can be served with that party. Next slide. They are decision-making bodies. Next slide. I will not take much time. This presentation is with you. You can run it in your subsequent programs. This is the organizational chart. Next slide. This is the vision. Sangh Samaj Banega, which is to make Sangh indistinguishable from Indian society. Bharat Vishwa Guru, which is recontextualizing Hindu civilization. Vyakti Parivartan, Samaj Parivartan, Samagra Parivartan, which will just, you first change the individual, then you change the society, and then that's how you change the nation. Hindu Rashtra ka Sarvagin Unnati, comprehensive development of Hindu Rashtra, Hindu Dharma, Hindu culture, Hindu society. And Hindutva, brotherhood of Hindus above caste and regional identities. Next slide. This is their approach. No short-term instrumentalist approach, thinking in terms of decades, not years or elections. Thrust on core ideology, which is Hindutva, politics of welfare, mass mobilization, increasing OBC and supreme scheduled caste representation, public outreach, strengthening party structure, infrastructure, transition from an urban-centric party to the party of villages, and so on. And BJP's Sangh Parivar's net of patronage, university bodies, government, semi-government bodies, religious and cultural bodies, think tanks, awards, public welfare schemes, special outreach to scheduled caste community, OBCs, tribals. So the ruling dispensation, in short, controls all avenues of power, not only in the political sphere, but also in the socio-cultural and economic sphere as a whole. Nothing outside the state, everything within the state, and nothing against the state. Yeah. So there's a lot more I can continue talking about. I would not, take more time. So I have said, I have listed out all the facts, and I leave it to all to you, that you identify that what are the dangers, whether or not we are experiencing a version of fascism in the current times, and then how to deal with it. Yeah. Thank you once again for inviting me over here, and I look forward to hearing the other speakers. Thank you. താങ്ക് യു സർ. വളരെ നന്നായി ഫാസിസത്തിൻ്റെ എല്ലാ വശങ്ങളും നമ്മുടെ ചുറ്റും ഏത് രീതിയിലാണ് ഫാസിസം നമ്മുടെ ആക്രമിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു നമുക്ക്. താങ്ക് യു സർ. നെക്സ്റ്റ് I proudly invite
Ms. Shweta Bhatt, wife of the jailed Gujarat cadre IPS officer Sanjeev Bhatt. I remember last week she participated in Kozhikode, the lawyers' conference in Kozhikode. That time in the function, she said she will not rest till she brings her husband home. Then, Madam, we the KGOUs will give all hearted support for your fight against fascism. I invite you, Madam. Namaskar. It has been 4 years and 8 months now. When my husband was taken away, I was not wearing glasses. But at the end of 4 years and 8 months, I've started wearing glasses. All the dignitaries on the stage, Rajesh Bhai, a special thanks to him for inviting me here. My dear friends, very special hello to Mr. Munir, with whom I share a very special bond whenever I'm in Kerala. Sajju, who really takes care of me, and all my other friends. Today I stand before you not only as the wife of an IPS officer, Sanjeev Bhatt, but also as a citizen deeply concerned about the invasion of fascism upon our cherished Indian democracy. It is a somber moment as we witness the erosion of our fundamental values, the stifling of dissent, and the blatant disregard for truth and justice. Fascism, with its venomous tendrils, has slowly but surely crept into the very fabric of our democracy. It seeks to undermine the pillars of freedom, equality, and accountability that our forefathers fought so valiantly to establish. It threatens to strip away our rights, our voices, and our dignity. In this dark chapter of our nation's history, the story of Sanjeev Bhatt, my husband, stands as a testament to the courage and resilience that flickers even in the face of oppression. Sanjeev Bhatt, a man dedicated to upholding the rule of law, found himself entangled in a web of persecution woven by the government led by Narendra Modi, a prime minister who has disregarded the principles that should guide our nation. For daring to speak the truth, for exposing the atrocities committed during the 2002 Gujarat pogrom, Sanjeev Bhatt faced not only illegal incarceration for the crime he never committed, but also a torrent of threats and harassment. His unwavering commitment to justice placed him in the crosshairs of those who wished to silence him, to bury the truth beneath a suffocating blanket of lies. As his wife, I have witnessed firsthand the toll that this invasion of fascism has taken on our family. You all read about fascism, you all speak about fascism, you all discuss fascism. We bear fascism. Day in and day out, we are living into what is really fascism. The constant fear for our safety, the sleepless nights fraught with worry, and the knowledge that speaking out against injustice comes at a steep price. But it is precisely in these moments of darkness that we find strength, for we are not alone in this struggle. The people of our great nation has shown remarkable resilience and unwavering support. The citizens of Kerala, in particular, have stood tall, offering us solace, courage, and the determination to fight against this fascist and powerful government. It was Kerala who first extended their support to me when I was coming back from Jamnagar. Phones started ringing, and people in their language
just told me, ma'am, don't worry, we are with you. Those people were from Kerala first. And till today, I receive at least 8 to 10 calls daily from Kerala. People have sent me 10 rupees, 100 rupees, 200 rupees to extend their support. Money doesn't matter, the action matters. So I owe big time to Kerala. The solidarity has given us the strength to face each day, to continue our battle for justice and the restoration of our democratic values. But let us not forget that the invasion of fascism on Indian democracy is not a fight that can be waged by a few alone. It is a battle that calls upon every citizen to rise, to unite, and to reclaim what is rightfully ours. There is deterioration in the joint home. I am not an activist. I don't have very high hopes in life. I don't want to become something. What I want is, I just want my husband home. That's it. Help me. Thank you. Thank you, madam, for the determination, your determination. ഞങ്ങൾ അത് ഫോളോ ചെയ്യും. വി വിൽ വർക്ക് ടുഗദർ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഫാസിസം. ഡെമോക്രസി തിരിച്ചു കൊണ്ടുവരാൻ, സെക്യുലറിസത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യും എന്ന് ഈ അവസരത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ 59ാമത് ചരമദിനം കൂടിയാണിന്ന്. വളരെ വലിയ പ്രത്യേകതയുണ്ട് ഇന്നത്തെ ദിവസത്തിന്. ആ ദിവസത്തിലാണ് നമ്മൾ ആൻറ്റി ഫാസിസ്റ്റ് സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചതും ഇത്ര ശ്വേതാ ഭട്ട്, ആശിഷ് കേതൻ, മുനീർ MLA, ഡോക്ടർ പി സരിൻ ഇവരൊക്കെ ഇവിടെ വന്ന് സംസാരിക്കുന്നതും. അപ്പോൾ ആ വികാരം ഉൾക്കൊണ്ട വാക്കുകൾ വളരെ നമ്മുടെ ഹൃദയത്തിൽ തട്ടുകയാണ്. കാരണം എൻ്റെ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രമല്ല, ഈ രാജ്യത്ത് ഫാസിസത്തിനെതിരായിട്ട് ഓരോ വാക്കുകളും, അവരുടെ ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നു. കാരണം നമ്മളൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെയൊക്കെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ മക്കളുണ്ട്. പക്ഷേ വർഷങ്ങളായി ഭർത്താവിന് വേണ്ടി ഒരുപാട് കേസുകൾ ഫയൽ ചെയ്തെങ്കിലും അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് മോഡി ഗവൺമെൻറ്. കാരണം സത്യം വിളിച്ചു പറഞ്ഞതിന് വേണ്ടി. അപ്പോൾ അവരുടെ വിഷമം ഞങ്ങളുടെ വിഷമമാണ്, ഈ രാജ്യത്തിൻ്റെ വിഷമമാണ്. മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഓരോരുത്തരുടെയും വിഷമമാണ്. താങ്ക് യു മാഡം. അടുത്തതായി ഞാൻ ഡോക്ടർ മുനീർ MLA ക്ഷണിക്കുകയാണ്. ഇപ്പോൾ മുനീർ MLA KGOUവിൻ്റെ ഭാഗമാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്കൂൾ നിൽക്കുന്ന കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിയോജക മണ്ഡലത്തിൽ നിന്നും മാറി കൊടുവള്ളിയിലേക്ക് മാറി. അപ്പോൾ സ്കൂളിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ, ഡിജിറ്റൽ ലൈബ്രറി അടക്കം എന്ത് വേദം വിളിച്ചു പറഞ്ഞ ആ സമയത്ത് ഞാൻ പിന്നെ വളരെ അധികാരപൂർവം വാങ്ങിച്ചിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് കൊടുവള്ളിയിലേക്ക് അദ്ദേഹം മാറിയത്. ഏതായാലും ഈ ഒരു നമ്മുടെ KGOU കുടുംബത്തിലെ അംഗമായ ഡോക്ടർ മുനീർ MLA നമ്മളോട് സംസാരിക്കാനായി സ്നേഹപൂർവം ബഹുമാന പുരസ്സരം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ള അധ്യക്ഷ ശ്രീമതി ബീന പോത്തിൽ, ഡോക്ടർ R രാജേഷ് സംസ്ഥാന സെക്രട്ടറി, പ്രിയപ്പെട്ട S ബിനോജ്, അബ്ദുൽ ഹാരിസ്, KC സുബ്രഹ്മണ്യം, ഇന്ന്
ഇന്ത്യൻ ജനാധിപത്യത്തിന് മേൽ ഫാസിസത്തിൻ്റെ അധിനിവേശം എന്ന വിഷയത്തിൽ സംസാരിക്കാനെത്തിയിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ആശിഷ് കേത്തൻ, പ്രിയപ്പെട്ട ശ്രീമതി ശ്വേത ഭട്ട്, പ്രിയപ്പെട്ട ഡോക്ടർ പി സെരിൻ, പാലോട് രവി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, പ്രിയപ്പെട്ട ബിനോജ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ സമ്മേളനത്തിൽ എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും മർമ്മമായ ഒരു സെമിനാർ നടക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് മേൽ ഫാസിസത്തിൻ്റെ അധിനിവേശം എന്ന വിഷയ സംബന്ധമായിട്ടാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഇന്ത്യയിൽ ഫാഷിസം വന്നോ ഇല്ലേ എന്നുള്ള ചർച്ച ഇപ്പോഴും നടക്കുന്നു എന്നുള്ളത് അങ്ങേറ്റവും ആശങ്കയോടുകൂടി കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴും പ്രകാശ് കാരാട്ടിന് ഇന്ത്യയിൽ ഫാഷിസം വന്നോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ചുള്ള സംശയം മാറിയിട്ടില്ല. അത് ഇവരെല്ലാം കൂടെ അവരുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാലേ അദ്ദേഹത്തിന് മനസ്സിലാവുള്ളൂ. എന്നാൽ സീതാറാം യെച്ചൂരി പറയുന്നത് ഇന്ത്യ ഫാഷിസ്റ്റ് ഭരണത്തിന് കീഴിലാണ് എന്ന്. അപ്പോൾ എന്താണ് ഈ ഫാഷിസം എന്ന് പറയുന്നത്? ഇപ്പോൾ ഈ അടുത്ത് മാർസിയ കസോലരി എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഇൻ ദ ഷാഡോ ഓഫ് സ്വസ്തിക എന്നാണ്. ദി റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഇന്ത്യൻ റാഡിക്കൽ നാഷണലിസം, ഇറ്റാലിയൻ ഫാഷിസം ആൻഡ് നാസിസം. അതിൽ കൃത്യമായി അവർ പറയുകയാണ്, ഇവിടെ വന്നിട്ടുള്ള എല്ലാ റാഡിക്കൽ നാഷണലിസത്തിൻ്റെയും വക്താക്കൾ ഊർജം വലിച്ചു കുടിച്ചിട്ടുള്ളത് ഹിറ്റ്ലറിൽ നിന്നും മുസോളിനിയിൽ നിന്നുമാണ്. ഈ RSS രൂപീകരിക്കുന്നതിൻ്റെ മുമ്പ് ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ കൂടി ഗുരുനാഥനാണ് ഡോക്ടർ മൂഞ്ചെ. മൂഞ്ചെ മുസോളിനിയെ നേരിട്ട് കണ്ട് വട്ടമേശ സമ്മേളനത്തിൽ പരസ്പരം സംസാരിച്ചവരാണ്, അഭിമുഖം നടത്തിയവരാണ്. അദ്ദേഹം ആ സമയത്ത് തന്നെ ജർമ്മനിയിലും പോയിരുന്നു. പോയ സ്ഥലത്തൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടത്, മുസോളിനി ചോദിച്ചു മൂഞ്ചയോട്, എന്താണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേറൊന്നും കാണണ്ട, ഇവിടുത്തെ മിലിറ്ററി സ്കൂളുകൾ എനിക്ക് കാണണമെന്ന്. അദ്ദേഹം അവിടെയുള്ള എല്ലാ മിലിറ്ററി സ്കൂളുകളിലും പോയി. ജർമ്മനിയിൽ അദ്ദേഹം പോയിട്ട് അദ്ദേഹത്തിന് വലിയ ആവേശമുണ്ടായിരുന്നു. പക്ഷേ ഇറ്റലിയിൽ അദ്ദേഹത്തിന് വലിയൊരു താല്പര്യം ജനിച്ചില്ല. പക്ഷേ അവിടെ ബലാലിയ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരെ കാണുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഇറ്റലിയുടെ ഒരു ആരാധകനായി മാറി. മുസോളിനിയെ അദ്ദേഹം നെഞ്ചിലേറ്റിയിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. അദ്ദേഹം ഹെഡ്ഗേവാറിനോട് പറഞ്ഞു, നമുക്ക് ഈ ഒരു മിലിറ്ററി ചിട്ടയോടുകൂടിയുള്ള നാഷണലിസം ഉള്ളിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ധാരാളം സ്കൂളുകൾ സ്ഥാപിക്കണം. അങ്ങനെയാണ് RSSന് രൂപം നൽകുന്നതും RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ജനിക്കുന്നത് ഇറ്റലിയിലെ മുസോളിനിയിൽ നിന്നും ജർമ്മനിയിലെ ഹിറ്റ്ലറിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ആ പുസ്തകം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, ഇൻ ദ ഷാഡോ ഓഫ് ദ സ്വസ്തിക എന്ന പുസ്തകം വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്.
രാമചന്ദ്ര ഗുഹയെ ഇതിനെക്കുറിച്ച് പിന്നീട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നമ്മൾ വായിച്ചു. അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയതിൻ്റെ പരിഭാഷയാണ്. അതിനകത്ത് കൃത്യമായി ഈ പുസ്തകത്തെക്കുറിച്ചും ഈ പുസ്തകം നൽകുന്ന അകക്കാഴ്ചയെക്കുറിച്ചും കൃത്യമായി പറയുന്നുണ്ട്. ഇനി നമുക്ക് ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള പുസ്തകം, RSSൻ്റെ മറ്റൊരു സർസംഘചാലകായിരുന്ന ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം കൃത്യമായി ഫാഷിസ്റ്റ് നാസിസ്റ്റ് ഐഡിയോളജികൾ ലോകത്തിന് നൽകിയവരെ സ്തുതിച്ചുകൊണ്ടാണ് ആ പുസ്തകം ആരംഭിക്കുന്നത്. ലുഡ്വിഗ് ഗംപ്ലോവിറ്റ്സ് എന്ന് പറയുന്നൊരു പേര് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഫാഷിസത്തിന് ഐഡിയോളജി ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി ഓഫ് ഫാഷിസം പോലും പഠിച്ച ശേഷമാണ് വി ഓർ നേഷൻഹുഡ് ഡിഫൈൻ എന്ന പുസ്തകം എഴുതുന്നത്. അതിനകത്ത് മുഴുവൻ ജർമ്മനിയെ, അതുപോലെ തന്നെ വിവിധ ഫാഷിസ്റ്റ് ശക്തികളെ അദ്ദേഹം പുകഴ്ത്തുന്നുണ്ട്. അടിവേരുകളോളം അഭിപ്രായ വ്യത്യാസമുള്ള രണ്ട് സംസ്കാരങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ ആ രാജ്യം നിലനിൽക്കില്ല. അപ്പോൾ ഇതിന് നമ്മൾ മാതൃകയാക്കേണ്ടത് ജർമ്മനിയെയാണ്. അതുകൊണ്ട് ശുദ്ധരക്തം ഇല്ലാത്തവരെ മുഴുവൻ തിരസ്കരിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ഏറ്റെടുക്കേണ്ട കാര്യം. അപ്പോൾ റേസ്, റിലീജിയൻ, ലാംഗ്വേജ്, ജോഗ്രഫി, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ടാകണം. അപ്പോൾ ലാംഗ്വേജ് ഏതാണ്? ലാംഗ്വേജ് ഒന്നുകൂടി സാൻസ്ക്രിറ്റ് ആയിരിക്കണം എന്നതാണ് ഗോൾവാൾക്കർ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ ലാംഗ്വേജിൻ്റെ കാര്യത്തിലും റിലീജിയൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ റേസിസവും ശുദ്ധരക്തമായിരിക്കണം. അപ്പം ഗോൾവാൾക്കറിൻ്റെ വിചാരധാരയും മീൻ ക്യാമ്പ് എന്ന് പറയുന്ന ഹിറ്റ്ലറുടെ പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും കോപ്പി അടിച്ചതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരേ ഉദാഹരണങ്ങൾ രണ്ടിലും നമുക്ക് കാണാം. അതിൽ ഹിറ്റ്ലർ പറയുന്നത് നരിയുമായി മാത്രമേ ഇണചേരാൻ പാടുള്ളൂ, സ്ട്രോക്ക് വിത്ത് സ്ട്രോക്ക്. അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. സിംഹം സിംഹവുമായി അല്ലാതെ ഉണ്ടാകുന്ന ബന്ധത്തിൽ ശുദ്ധരക്തം ഉണ്ടാവില്ല, ആര്യരക്തം ഉണ്ടാവില്ല. ഇതേ സാധനം വിചാരധാരയിൽ ഒരു കഥയായിട്ട് ഗോൾവാൾക്കർ പറയുന്നുണ്ട്. ഒരു സിംഹം കുറേ സിംഹക്കുട്ടികളെ വളർത്തുന്ന കൂട്ടത്തിൽ ഒരു കുറുനരിയെ കിട്ടി. കുറുനരിയെയും സിംഹം വളർത്തി. പക്ഷെ പെട്ടെന്നൊരു ആന വന്നപ്പോൾ സിംഹക്കുട്ടികൾ അതിനെ നേരിടാൻ പോവുകയും കുറുനരി പേടിച്ച് മാളത്തിൽ ഒളിക്കുകയും ചെയ്തു. അപ്പോൾ സിംഹം പറയാണ്, നീ എത്ര തന്നെ എൻ്റെ പാല് കുടിച്ചാലും നിൻ്റെ രക്തം ശുദ്ധമല്ല, അതുകൊണ്ട് ആനയെ നേരിടാനുള്ള ശക്തി നിനക്കില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ അതേപടി ഇന്ത്യയിൽ പകർത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ ഒരു ശുദ്ധരക്ത സിദ്ധാന്തമാണ് RSS ഉയർത്തിയത്. ആ RSSന് ഉയർത്തി കാണിക്കാനുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആശിഷ് നന്ദി കൃത്യമായി ഒരു കാലത്ത് നരേന്ദ്രമോദി ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പിന്നീട് എഴുതി, ഹീസ് എ ക്ലാസിക്കൽ ക്ലിനിക്കൽ ഫാഷിസ്റ്റ്. ടെക്സ്റ്റ് ബുക്ക് കേസ് ഓഫ് ഫാഷിസം. മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഇത് ഒരു ഒബ്സസീവ് ട്രെയ്റ്റാണ്, കമ്പൾസീവ് ഒബ്സസീവ് ട്രെയ്റ്റ് കൂടിയാണ്. മാത്രമല്ല ഹീസ് എ പാരനോയിഡ്. ഇത്രയും കൃത്യമായി എനിക്ക് തോന്നുന്നില്ല മോദിയെ വിശദീകരിച്ചിട്ടുള്ള. അദ്ദേഹം ഈ ഇൻ്റർവ്യൂ ചെയ്ത ഒരു കാലത്താണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പല സൈക്കോളജിസ്റ്റുകളെയും സൈക്കാട്രിസ്റ്റുകളെയും
ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളെയൊക്കെ കണ്ട് അവരുമായി സംസാരിച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും ഒന്നാണ്. അപ്പോൾ ഞാൻ മൂഞ്ചെ പറഞ്ഞത് ഓർക്കുകയാണ്. മൂഞ്ചെ വന്ന് അദ്ദേഹം തിരിച്ചു വന്ന ശേഷം അദ്ദേഹം ഇവിടെയുള്ള RSSകാരെ പിന്നീട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, നമുക്ക് ഹിറ്റ്ലറും മുസോളിനിയും ഏകഛത്രാധിപതിയായ 2 അധികാരികളാണ്. ഇന്ത്യയിൽ അത് വന്നിട്ടില്ല. പക്ഷെ നമ്മൾ കയ്യും കെട്ടി കാത്തിരിക്കണം. ഒരു ദിവസം ഒരു ഏകഛത്രാധിപതി ഇന്ത്യക്കുണ്ടാകും. അദ്ദേഹം ഏകാധിപതിയായിരിക്കും. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ജീനോസൈഡ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. ആ വ്യക്തി മറ്റാരുമല്ല, അതാണ് നരേന്ദ്രമോദി. ഈ നരേന്ദ്രമോദിയെ ഭയപ്പെട്ടിട്ട് എല്ലാവരും മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ ഫാഷിസത്തെക്കുറിച്ച് പറയാൻ നമ്മൾ വിളിച്ചപ്പോൾ 2 പേര് ധൈര്യത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഒന്ന് ആശിഷ് കേത്തനും ശ്വേതാ ഭട്ടും. ഇവർ തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. നട്ടൽ ആരുടെയും മുന്നിൽ പോയി വളച്ചു നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആശിഷ് കേത്തൻ എഴുതിയിട്ടുള്ള അണ്ടർകവർ ആ പുസ്തകമുണ്ട്. അദ്ദേഹം ഇൻ ടു ദി ഡാർക്ക്നെസ്, ദി ജേർണി ഇൻ ടു ദി ഡാർക്ക്നെസ് ഓഫ് ഹിന്ദുത്വ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നത് ഒലി പബ്ലിക്കേഷനാണ്. ഞങ്ങളത് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അത് ഗുജറാത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരമാണ്. അതുപോലെ ശ്വേതാ ഭട്ടിൻ്റെ മകൾ, ശ്വേതാ ഭട്ട് ജയിലിലാണ്. സഞ്ജീവ് ഭട്ട് പിന്നെ ജയിലിലാണ്. എന്താണ് സഞ്ജീവ് ഭട്ട് ജയിലിൽ പോകാൻ ഉള്ള കാരണം? മോദിയെ ഒരിക്കൽ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. അതായത് ഗോദ്രയ്ക്ക് ശേഷം ഒരു വലിയ കലാപം ഉണ്ടാകും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പിന്നീട് അദ്ദേഹം പറഞ്ഞു, പിന്നീട് ഉണ്ടായിരുന്ന കലാപങ്ങളുടെ ഉത്തരവാദി മോദിയാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കി. അദ്ദേഹം പോലീസ് മേധാവിയായി ചാർജ് എടുക്കുന്നതിന് മുമ്പുള്ള കാര്യത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ ഇവരുടെ മകള് അതിധൈര്യപൂർവ്വം ഇപ്പം ലണ്ടനിൽ നിന്നും അതുപോലെ തന്നെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആർക്കെതിരെ? മോദിക്കെതിരെ. അച്ഛൻ ജയിലിൽ കിടക്കുകയാണ്. അച്ഛൻ്റെ കൂടെ പോയി കിടക്കാൻ ഞാനും തയ്യാറാണ് എന്ന് പറയുന്ന ഒരു മകളാണ് അദ്ദേഹത്തിനുള്ളത് എന്നതിൽ നമ്മൾ അഭിമാനിക്കുക. ശ്വേതാ ഭട്ട് എന്ന് പറയുന്നത് ഒരു കുടുംബനാഥയാണ്. പക്ഷേ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. സത്യത്തിൽ സഞ്ജീവ് ഭട്ട് ഒറ്റയ്ക്ക് പോരാടേണ്ട പോരാട്ടമാണോ അത്? നമ്മളൊക്കെ ഇന്നും മിണ്ടാതിരുന്നാൽ പാസ്റ്റർ നെയ്മുള്ളർ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ വന്ന് ആരെങ്കിലും മുട്ടുമ്പോൾ നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ അയൽപ്പക്കത്താരും ഉണ്ടാവില്ല. എല്ലാ വിഭാഗ ആളുകളും ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ കയ്യും മെയ്യും സമ്പത്തും കൊടുത്തുകൊണ്ട് നമ്മൾ സഞ്ജീവ് ഭട്ടിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് നമുക്കെടുക്കാനുള്ള പ്രതിജ്ഞ ഈ ദിവസം. അതുപോലെ ആശിഷ് കേത്തൻ, അദ്ദേഹത്തെ വേട്ടയാടിയതുപോലെ വേട്ടയാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോഴും ഉണ്ട്. ടീസ്റ്റ സെറ്റിൽവാർഡ് സംസാരിച്ചതിൻ്റെ പേരിൽ അകത്തായി, ശ്രീകുമാർ അകത്തായി, എത്ര പേര് കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ഫാഷിസം അല്ലേ ഇത്? ഈ ഫാഷിസത്തെ നേരിടാൻ മോദിയുടെ മുഖത്ത് നോക്കിയിട്ട് ചൗക്കിദാർ ചോർഹെ എന്ന് പറയാൻ ഒരു ആൺകുട്ടി ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജോഡോ യാത്രയിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നൊരു കാര്യമുണ്ട്. പല പല പ്രസംഗമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. വെറുപ്പിൻ്റെ കമ്പോളത്തിൽ ഞാൻ സ്നേഹത്തിൻ്റെ കട തുറക്കും എന്ന് പറയുന്നത്. കർണാടക ജയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു കട തുറന്നു കഴിഞ്ഞു എന്നാണ്. ഇത്രയും ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾ. അദ്ദേഹം ഞാൻ സവാർക്കറല്ല, ഞാൻ ഗാന്ധിയാണ് എന്ന് പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്.
നാളെ സവാർക്കറിൻ്റെ ജന്മദിനമാണ്. നമ്മളൊക്കെ വിസ്മരിച്ച ഒരാൾ ചരിത്ര നായകനായി വരികയാണ്. നെഹ്റു പിന്തള്ളപ്പെടുകയാണ്, ഗാന്ധി വിസ്മരിക്കപ്പെടുകയാണ്. ഇനിയുള്ള കാലത്ത് നാഥുറാം ഗോഡ്സെ ഓർക്കപ്പെടുന്ന ഒരു കാലമായി വരാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കമാണ് ഈ സവാർക്കർ. അപ്പം ഞാൻ പറയട്ടെ, സവാർക്കറിനെ പറ്റി പറയാൻ നമുക്കും പേടിയായി അല്ലേ? നമ്മൾ പാർലമെൻറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പം നമ്മൾ പറയുന്നുണ്ട് പ്രസിഡൻറ്റിനെ വിളിക്കാത്തതാണ്. അതിന് പുറമെ ഇതും പറയണ്ടേ? സവാർക്കറിൻ്റെ ജന്മദിനത്തിൽ ഒരു പാർലമെൻറ്റ് തുറക്കേണ്ടത് എന്തിനാണ്? ഗാന്ധിയെ കൊല്ലുന്നതിൽ അദ്ദേഹം ജയിലിൽ കിടന്ന ആളാണ്. മാത്രമല്ല, അന്ന് ചെറിയ തെളിവുകൾ മാത്രമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോയ ആളാണ്. കോടതി വിധിക്ക് ശേഷം പിന്നീട് കപൂർ കമ്മീഷൻ്റെ മുന്നിൽ അതേ ആളുകൾ തെളിവ് കൊടുത്തപ്പോൾ സവാർക്കർ ആണ് ഗൂഢാലോചന നടത്തിയത് ഗാന്ധിയെ കൊല്ലാൻ എന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴേക്കും സവാർക്കർ മരിച്ചുപോയി. ഈ ആളെ, നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊല ചെയ്യുന്നതിൽ ഗൂഢാലോചന നടത്തിയ ആളെ, ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത ഒരാളെ സ്മരിച്ചുകൊണ്ട് നാളെ പാർലമെൻറ്റ് തുറക്കുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ നമുക്ക് കഴിയണം. നമ്മളുടെ മനസ്സിലും സവാർക്കർ ഒരു രാജ്യസ്നേഹി ആയിരുന്നോ എന്ന സംശയം ഉണ്ടാവുകയാണെങ്കിൽ ആ സമയം നമ്മൾ മനസ്സിലാക്കുക, നമ്മളിലേക്കും ഫാഷിസത്തിൻ്റെ വേരുകൾ ഇറങ്ങി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിംഗ് ഞാൻ അങ്ങേയറ്റം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ എടുത്തല്ലോ. പലരും എടുക്കാൻ മടിക്കുന്നതാണ്. ഈ കമ്മ്യൂണിസ്റ്റുകൾ പോലും ഫാഷിസം എന്ന് പറയാൻ പേടിയാണ്. അതുകൊണ്ടാണ് ഈ പ്രകാശ് കാരാട്ടും MA ബേബിയൊക്കെ ഫാഷിസം ഒന്നുമില്ല, കാരണം അങ്ങനെ പറഞ്ഞു പോയാൽ നമ്മളും ജയിലിൽ പോയി കിടക്കണമെന്ന് പേടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകളും ഉണ്ട് എന്ന് പറയുന്നതിൽ നമുക്ക് ലജ്ജ തോന്നുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ എൻ്റെ പ്രിയ സുഹൃത്താണ് സരിൻ. അദ്ദേഹം IAS അദ്ദേഹത്തിൻ്റെ എല്ലാ സിവിൽ സർവീസും വലിച്ചെറിഞ്ഞിട്ടേ ഫാഷിസത്തിനെ നേരിടാൻ വേണ്ടിയിലിരിക്കുക. എല്ലാവരും വിചാരിക്കും എന്ത് വിഡിത്താണത്. അല്ല, നാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന പേര് സരിൻ്റെ പേരാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന 3 പേരും നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കുന്ന ഫാഷിസത്തിന് എതിരെ പോരാടുന്ന കാമ്പുകളാണ്. ഇത് ഇന്ന് വിതച്ചാൽ നാളെ ഫാഷിസത്തിനെതിരെയുള്ളൊരു വൻ മരം ഇവിടെ വളർന്നു വരും എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇന്നത്തെ ദിവസം എന്തുകൊണ്ടും ധന്യമാണ്. ഓരോരുത്തരുടെ മനസ്സിലും നമ്മൾ ഫാസിസത്തിനെതിരെ പോരാടേണ്ട ആവശ്യകത വീണ്ടും വീണ്ടും പിന്നെ റേസിസം അതേ തന്നെ ഫാസിസം വളർന്നു വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തിയാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. അടുത്തത് നമ്മളേവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഡോക്ടർ സരിൻ്റെ, മുനീർ MLA പറഞ്ഞതുപോലെ ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സർവീസിൽ ജോലി ഉപേക്ഷിച്ചിട്ട് രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങുകയാണ്. ആ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി ഇറങ്ങുന്ന ചെറുപ്പക്കാരൻ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല, ഇപ്പോൾ കേരളത്തിലെ ഓരോ ജില്ലകളിലും ഓടി നടന്നുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വന്നു. ജവഹർലാൽ നെഹ്റു എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ അക്കാഡമിയുടെ ആഭിമുഖ്യത്തിൽ 24 തീയതി അതിൻ്റെ കൺവീനർ ഞാനായിരുന്നു. അന്ന് അദ്ദേഹം വിദ്യാർത്ഥികളൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ അദ്ദേഹം എല്ലാവരോടും ചോദിച്ചു, ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാമ്പ് എത്ര രാജ്യങ്ങൾ ഇറക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയുമോന്ന്. എനിക്കടക്കം അറിയണ്ടായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു അക്കാഡമിയുടെ കൺവീനർ ആണെങ്കിൽ അറിയണ്ടേ. പല പല ഉത്തരങ്ങൾ വന്നു, 5, 10, 15. അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു 70 രാജ്യങ്ങൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട് എന്ന്.
ഇപ്പോൾ അത്രയ്ക്ക് സ്റ്റഡി ചെയ്യുകയും എല്ലാവരെയും ഫാസിസത്തിനെതിരെ ഉത്ബോധിപ്പിക്കുകയും രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തി കൊണ്ടുവരാൻ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഡോക്ടർ സരിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ അധികം സമയമെടുക്കില്ല. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് അവരോട് ഓരോ ചോദ്യങ്ങളെങ്കിലും ചോദിക്കാനുണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ ചോദിക്കുകയും വേണം. ഒരു മോണോലോഗ് എന്നുള്ളതിനും അപ്പുറം ഒരു ഡയലോഗായിട്ട് ഈ സെഷൻ അവസാനിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ് ഞാൻ. ഇതുപോലെയുള്ള സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ആളുകളെ കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗപ്പെടുത്താതെ വിടരുത്. നിങ്ങളുടെ മനസ്സിൽ അത്തരം ചോദ്യങ്ങൾ അവർ തിരിച്ചു വരും. ഓരോ ചോദ്യങ്ങളെങ്കിലും അവരോട് നിങ്ങൾ ചോദിക്കണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഞാൻ 5 മിനിറ്റ് എടുക്കുള്ളൂ. അല്ല, അതല്ല, 5 മിനിറ്റ് എടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ കൂടുതൽ എടുക്കണോ വേണ്ടേ എന്നുള്ളത് ഇവർ തീരുമാനിക്കുമെന്നാണ് അടുത്ത സെൻറ്റൻസ്. 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്നലെ ശ്വേതാ ഭട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഡെലിഗേറ്റ്സ് മീറ്റിന് തൃശ്ശൂരുണ്ടായിരുന്നു. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നടക്കുകയായിരുന്നു. എന്താ മുദ്രാവാക്യം? വീഡിയോ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ചിലപ്പോൾ ക്രിട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ മുദ്രാവാക്യം? ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനത്തിനും തുടർന്ന് അങ്ങോട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടത്തിനും യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യം KGU അറിയണ്ടേ? വിദ്വേഷ അങ്ങനെയല്ല, നീതി നിഷേധങ്ങളിൽ നിശബ്ദരാവില്ല, വിദ്വേഷ രാഷ്ട്രീയത്തോട് വിട്ടുവീഴ്ചയില്ല. ഇത് കേവലം ഒരു മുദ്രാവാക്യമായിട്ട് ഉയർത്തുന്നതൊന്നുമല്ല. ഇന്ത്യ യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു യാത്ര നടന്നിരുന്നു. ഇന്ത്യ യുണൈറ്റഡ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഭാരത് ജോഡോ അല്ല, ഹിന്ദിയിൽ പറഞ്ഞതല്ല, ഹിന്ദിനെ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് കേരളത്തിലെ 14 ജില്ലകളിലും ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി തുടങ്ങി വെക്കുന്നതിനും കൃത്യം 1 വർഷം മുമ്പ് 14 ജില്ലകളിലും 5 മുതൽ 10 കിലോമീറ്റർ വരെ ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഒരു മഹാറാലി നടത്തിയിരുന്നു 14 ജില്ലകളിലും. ഇത്തരം പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകൾ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് പോലും മാഞ്ഞു പോകുന്നതും രാഷ്ട്രീയമായി ചെയ്യാൻ വേണ്ടി എന്തോ ചെയ്യുന്നു എന്നുള്ള ധാരണയിലേക്ക് നമ്മൾ തന്നെ വീണു പോകുന്നതുമൊക്കെ തിരുത്തേണ്ട കാലഘട്ടമാണ് ഇത് എന്ന് മാത്രമാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത്. 2-3 കാര്യങ്ങൾ പറയുന്നു, ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഭാരത് ജോഡോ എന്നുള്ളത് ഇന്ത്യ യുണൈറ്റഡ് എന്നുള്ളതിൻ്റെ ഹിന്ദിയാണെന്നും മുന്നേ നടത്തേണ്ട ഒരു യാത്രയായിരുന്നു, വളരെ വൈകിയാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ കുറ്റപ്പെടുത്തുകയും പിന്നീട് 4.5 മാസം 5 മാസത്തോളം എടുത്ത ആ യാത്ര പൂർത്തിയാകുകയും ചെയ്തു. ആശിഷ് കേതൻ്റെ സ്ലൈഡിൽ നിങ്ങൾ കണ്ടു BJP's അപ്രോച്ച് എന്ന്. എന്തായാലും ഒരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു, കേവലം ഒരു ഇലക്ഷൻ ജയിക്കുന്നതോ കേവലം ഭരണത്തിലേറുന്നതോ അല്ല, ഇറ്റ്സ് എ ലോങ് കണ്ടിന്യൂഡ് പ്രോസസ്സ്. അതിൽ സെൻറ്റൻസ് ഉണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഇത് മനസ്സിലാക്കാതെ നമുക്ക് ഫാസിസത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. ഈ ഏതൊരു സിനിമയിൽ ബൂർഷയെ തോൽപ്പിക്കാൻ ബൂർഷയുടെ അപ്പനാവണമെന്ന് പറഞ്ഞ പോലെ ഫാസിസത്തെ തോൽപ്പിക്കാൻ ഫാസിസത്തിൻ്റെ അപ്പനാവല്ല വേണ്ടത്. ഫാസിസത്തെ തോൽപ്പിക്കാൻ എന്താണ് വേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യവും വ്യക്തവുമായ കോൺഗ്രസിൻ്റെ നയരൂപീകരണമാണ് ഭാരത് ജോഡോ യാത്രയിലൂടെ നടന്നത്. അത് കേവലം 2024 ഇലക്ഷൻ ജയിച്ചാലും തോറ്റാലും തുടരാൻ പോകുന്ന അടുത്ത 25 വർഷത്തേക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം 2047 ആഘോഷിക്കുമ്പോൾ ഈ രാജ്യം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ കോൺഗ്രസിൻ്റെ മാസ്റ്റർ പ്ലാനാണ്. ആ ബോധ്യം നമുക്കുണ്ടാവണം. കേവലം ഒരു ഇലക്ഷൻ ജയിക്കുകയോ അധികാരം തിരിച്ചു പിടിക്കുകയോ ചെയ്യുന്നതിനപ്പുറം നമ്മളിലേക്ക് പോലും അറിയാതെ കയറി കൂടിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന പല എലമെൻറ്റുകളെയും സ്വയം ചോദ്യം ചെയ്യാനും ബോധ്യപ്പെടാനും ഉപകരിക്കണം എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പ്രക്രിയ. ഇതൊരു പൊളിറ്റിക്കൽ പ്രോസസ്സാണ്. 1925 എന്നുള്ള വർഷം, അതിൻ്റെ 100ാം വാർഷികം ഏത് വർഷം ആഘോഷിക്കുക? 2025. എന്താ 1925ൻ്റെ പ്രത്യേകത? RSS രൂപീകരിച്ച വർഷമാണ്. നമ്മളിപ്പോൾ ഏതൊരു സംഘടനയാണെങ്കിലും 100ാം വാർഷികമൊക്കെ ഗംഭീരമായിട്ട് ആഘോഷിക്കില്ലേ? RSSൻ്റെ ഗ്രാൻഡ് പ്ലാൻ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? രാമക്ഷേത്രം പണി കഴിയുന്നു, 2024 ഒരു ഇലക്ഷൻ ആസന്നമായിരിക്കുന്നു, 2025 RSSൻ്റെ രൂപീകരണത്തിൻ്റെ 100 വർഷങ്ങൾ പൂർത്തിയാകുന്നു. അടുത്ത 100 വർഷത്തേക്ക് ഈ രാജ്യം എങ്ങനെയായിരിക്കണമെന്നും അതിന് വിത്ത് പാകേണ്ടത് എങ്ങനെയാണ് എന്നും തീരുമാനിച്ചുറപ്പിച്ച് ഇന്ത്യയിലെ ഭരണഘടനയെ തൂക്കിയെറിയാനും ഇന്ത്യയിൽ എങ്ങനെയായിരിക്കണം ഇനി അങ്ങോട്ട് ഭരണക്രമം ഉണ്ടാകേണ്ടത് എന്ന് തിട്ടൂരമിറക്കാനും ഒക്കെയാണ് അടുത്ത ഏകദേശം ഒരു 16, 18, 20 മാസങ്ങൾ BJPയും RSSും ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ള ബോധം മിനിമം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ 1925 രൂപീകൃതമായ ഒരു സംഘടനയുടെ 100ാം വാർഷികം നമ്മളെ ഭയപ്പെടുത്തണം. ദി എൻഡ് ഗെയിം എന്നാണ് അവരതിനെ വിളിക്കുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ ഒടുക്കത്തെ കളി, അവസാനത്തെ കളി എന്നൊന്നും പറഞ്ഞതിനെ ലഘൂകരിക്കരുത്. ഇതാണ് നമ്മൾ അടുത്ത പ്രശ്നം.
നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുക ആ കാര്യങ്ങൾ ചരിത്രത്തിൽ? ഗാന്ധിജി മരിച്ച വർഷം അല്ലേ? അതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിന് ഒരു മാർക്ക് കിട്ടുമ്പോൾ ആ വർഷത്തിനുള്ള എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മരിച്ച എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്ന് 3 or 4 തലമുറയായിട്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് അറിയാതെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നോർമലൈസേഷൻ സംഭവിച്ചു ഗാന്ധിയുടെ മരണത്തിന്. സാമാന്യവൽക്കരണം നടന്നു. എന്താ സാമാന്യവൽക്കരണം? ഗാന്ധി മരിച്ചതാണ്, സ്വാഭാവികമായി മരിച്ചതാണ്. ഇത് പഠിപ്പിച്ചത് ആരാണ്? ഗാന്ധിയെ കൊന്നതൊരു വ്യക്തിയാണ് എന്നുള്ളതിനാണ് അടുത്ത ഒരു മാർക്ക്. ഗാന്ധിയെ കൊന്നത് ആരാന്ന് ചോദിച്ചാൽ ഗോഡ്സെ എന്ന് കുട്ടികൾ ചാടി എണീറ്റ് ഉത്തരം പറയുമ്പോൾ മിടുക്കൻ എന്നാണ് നമ്മുടെ ചരിത്രാധ്യാപകർ പറയുന്നത്. അതാണോ മിടുക്ക്? ഗാന്ധി ഗോഡ്സയുടെ കൈകൊണ്ട് അല്ലെങ്കിൽ വേറൊരാളുടെ കൈകൊണ്ട് കൊല്ലപ്പെടുമായിരുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ? അതൊരു പൊളിറ്റിക്കൽ കോൺസ്പിരസി ആയിരുന്നു. ഗോഡ്സെക്ക് മുന്നേ ആ ശ്രമം നടത്തിയവരുണ്ടായിരുന്നു. ആ ശ്രമത്തിൽ അവർ പരാജയപ്പെട്ടു. ഗോഡ്സെക്ക് ശേഷം അടുത്ത സ്ഥലത്ത് ആ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ സന്നദ്ധരായിരുന്നു. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ വിചാരധാരകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺസ്പിരസി ആയിരുന്നു എന്നും, അത് ഗോഡ്സെ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, പകരം ഹിന്ദുത്വ എന്ന് പറയുന്ന രാഷ്ട്രീയ മനോഭാവവും ഹിന്ദുത്വ എന്ന് പറയുന്ന ടെററിസ്റ്റ് ചിന്താഗതിയുമാണ് ഗാന്ധിയെ കൊന്നത് എന്ന് നമ്മൾ ഇനിയെങ്കിലും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം കുട്ടികളെ. ആ പാഠം നമ്മൾ പഠിപ്പിക്കാത്തിടത്തോളം കാലം നമ്മളിൽ തന്നെ ചില കാര്യങ്ങളെയൊക്കെ, ഇപ്പോൾ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വർഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം എന്തോ കടയിൽ നിന്ന് വാങ്ങിയെടുത്ത പോലെ. ഇപ്പോൾ നേടുകയും ലഭിക്കുകയൊക്കെ ചെയ്യുന്നത് എവിടെ നിന്നാ? സൂപ്പർ മാർക്കറ്റിൽ പോയി കാശ് കൊടുത്താൽ കാശും കൊടുക്കേണ്ട, സ്കാൻ ചെയ്താൽ മതി, ഗൂഗിൾ പേ ചെയ്താൽ മതി. ഇതൊരു ലോങ് പ്രോസസ്സായിരുന്നു എന്നും ബ്രിട്ടീഷുകാർ വിട്ടുപേക്ഷിച്ചു പോയ ഇന്ത്യ നമ്മൾ ഏറ്റെടുക്കുകയായിരുന്നു എന്നൊക്കെ BJP പറയുമ്പോൾ, ആ ലോങ് പൊളിറ്റിക്കൽ പ്രോസസ്സിൽ കോൺഗ്രസും ഗാന്ധിയും നെഹ്റുവും ആസാദും പട്ടേലും എന്തൊക്കെ ചെയ്തു എന്ന് പഠിപ്പിച്ചു കൊടുക്കാതെ എങ്ങനെയാണ് നമ്മൾ ഫാസിസത്തിനെതിരെ പോരാടുക? ആ പോരാട്ടത്തിനെ എങ്ങനെയാണ് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുക? BJPയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി, അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജിക്ക് എന്താണ് BJP പേര് വിളിക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ഇൻ്റഗ്രൽ ഹ്യൂമനിസം. ദീൻദയാൽ ഉപാധ്യായ വിളിക്കുന്ന പേരാണ് സമഗ്രമായ മാനവികത. എന്താണ് അവരുടെ ഈ സമഗ്രമായ മാനവികത? 5 പില്ലേഴ്സൊക്കെ ഉണ്ട് അതിന്. എന്തിനൊക്കെയാണ് അതിൻ്റെ ഫൗണ്ടേഷൻ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ. ഈ മാനവികതയിൽ ഊന്നി നിന്നുകൊണ്ടാണ് BJP രാഷ്ട്രീയം പറയുന്നത് എന്നാണ് ആവർത്തിച്ച് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവരുടെ പ്രൊപ്പഗാൻഡ മിഷനറിയുടെ ഭാഗമായിട്ട് അത് സ്ഥാപിച്ചെടുത്തുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ 5-8 കൊല്ലമായിട്ട് കേരളത്തിൽ BJPക്ക് ഉണ്ടായ വളർച്ചയുടെ കാരണം എന്താണ് എന്ന് വസ്തുനിഷ്ഠമായി പരിശോധിച്ചാൽ 1990 മുതൽ 2000-2002 വരെ ബാലഗോകുലത്തിന് പോയ, നമ്മുടെ വീടുകളിൽ നിന്ന് പോയ കുട്ടികളിലൂടെയാണ് ഇപ്പോൾ വോട്ടവകാശമുള്ള ഏകദേശം മധ്യവയസ്സിലെത്തിയ നമ്മുടെ നാട്ടിലെ, കേരളത്തിലെ BJP ചിന്താഗതിക്കാരായ ആളുകൾ ഉണ്ടായത് എന്നാണ് എൻ്റെ നിരീക്ഷണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക. വളരെ കുട്ടികളെ കൃഷ്ണൻ്റെ വേഷം, രാധയുടെ വേഷമൊക്കെ കെട്ടിച്ച് ഒരു പരിപാടിക്ക് നടക്കുക എന്ന് പറയുമ്പോൾ ഓരോ വീട്ടുകാരും അതിൽ വലിയ താല്പര്യം കാണിച്ചിരുന്നു. അതിലിപ്പോൾ എന്താ തെറ്റ് എന്നുള്ളതൊക്കെ ആയിരുന്നു ചോദ്യം. നേരത്തെ ആശിഷ് കേതൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് മിലിറ്ററൈസേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. അന്ന് പോയ ആൾ പിന്നീട് കുറുവടി എന്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, പിന്നീട് എങ്ങനെയാണ് ആ ചിന്താ പദ്ധതിയിലേക്ക് അവരറിയാതെ വീട് പോകുന്നത് എന്ന്. ഈ അർത്ഥത്തിൽ ഇതൊരു ലോങ് സോഷ്യോ ഇക്കോണമിക് പൊളിറ്റിക്കൽ പ്രോസസ്സാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ, രാഷ്ട്രീയം പറയാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ആ അർത്ഥത്തിലായിരിക്കും കോൺഗ്രസ് ഭാവി തലമുറയോട് പരാജയപ്പെട്ടു എന്ന് ഭാവി തലമുറ ഒരുപക്ഷെ വിധി എഴുതുക. കേവലം ഒരു ലോക്സഭാ ഇലക്ഷൻ ജയിക്കുന്നതിനും അപ്പുറം ഇനി അങ്ങോട്ടേക്കുള്ള 25 വർഷക്കാലം എങ്ങനെയായിരിക്കണം ഇന്ത്യയിലെ രാഷ്ട്രീയം ഇവർക്കെതിരെ പോരാടിക്കൊണ്ടേ ഇരിക്കേണ്ടത്, അത് കേവലം ഒരു വ്യക്തിയെ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നതിനും അപ്പുറം പുതിയ അധികാര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാൻ അവർ മറ്റ് പദ്ധതികളുമായി വരുമ്പോൾ എങ്ങനെയാണ് ഇതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് എന്നുള്ള ആശയം ആളുകളിലേക്ക് പകർന്നു കൊടുക്കാതെ കേവലം രാഷ്ട്രീയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് എന്ന് വിശ്വസിച്ച് അതിൽ മാത്രം അഭിരമിച്ചിരുന്നാൽ കോൺഗ്രസ് 138 വർഷത്തിനും അപ്പുറം ഇനിയും മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളിൽ എങ്ങനെയായിരിക്കും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഭാവി തലമുറ വിലയിരുത്തുക എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മൾ കളക്റ്റീവായി കണ്ടെത്തണം. നമ്മൾ രാഹുൽ ഗാന്ധിയെ അവിടെയാണ് വായിക്കുന്നതിലും വായിച്ചെടുക്കുന്നതിലും ഒരുപക്ഷെ ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ 3-4 വർഷക്കാലമായി രാജീവ് ഗാന്ധിയുടെ മകനാണെന്നുള്ള ലേബൽ ദയവായി
ചാർത്തിക്കൊടുക്കുന്നതിൽ നിന്ന് കോൺഗ്രസ്സുകാർ പിന്മാറണമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ പൗത്രനാണ് എന്നുള്ള ലേബൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. കഴിഞ്ഞ 3-4 വർഷങ്ങളായി നമ്മൾ ആ ചെയ്ത തെറ്റ്. നെഹ്റുവിൻ്റെ പ്രപൗത്രനാണ്, ഗ്രാൻഡ് സണ്ണാണ് എന്ന് പറയുന്ന രീതികൾ, അതാണോ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ഇന്ത്യയിലെ ഐഡന്റിറ്റി? അതിലേക്ക് ചുരുക്കാനാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടതും? എന്താണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി? ഭാരത് ജോഡോ എന്ന് പറയുന്ന യാത്ര നടത്തുകയും സ്നേഹത്തിൻ്റെ കട തുറക്കാൻ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളെ കേവലം കുടുംബ പാരമ്പര്യം എന്നുള്ള രീതിയിലേക്ക് ചുരുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJP ഐഡിയോളജിക്ക് ഗാന്ധി എന്നുള്ള പേര് പോലും തെറ്റിദ്ധാരണാജനകമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകളിലേക്ക് എങ്ങനെയാണോ പപ്പു എന്നുള്ള പേരിൽ നിന്ന് രാഹുൽ ഗാന്ധി മോചിതനായത്, അതുപോലെ തന്നെ ഈ നൂറ്റാണ്ടിൻ്റെ ഗാന്ധിയായി മാറാനുള്ള വലുപ്പത്തിലേക്ക് രാഹുൽ ഗാന്ധി നടന്നെടുക്കുകയാണെന്ന് മിനിമം കോൺഗ്രസ്സുകാരെങ്കിലും മനസ്സിലാക്കണം. വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും അതിലൊരു തെറ്റോ കുറ്റോ ഞാൻ പറയില്ല. മിനിമം നമ്മളെങ്കിലും മനസ്സിലാക്കണം. ആ മനുഷ്യനടുത്ത് 25 കൊല്ലത്തേക്ക് ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ മാത്രമല്ല. ആ മനുഷ്യൻ ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ പോകുന്ന നൂറ്റാണ്ടുകളോളം ഇന്ത്യയായി നിലനിൽക്കേണ്ടതിന് വേണ്ടി എന്നുള്ള അടിത്തറ പാകുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാതെ, ആ പൊളിറ്റിക്സിൻ്റെ കൂടെ നിൽക്കാതെ, മറ്റുള്ള ആളുകളെ കൂടി അതിലേക്ക് അടുപ്പിക്കാതെ നമ്മൾ രാഷ്ട്രീയമായി പരാജയപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് KGOU എന്നുള്ള സംഘടനയെ കൂടി ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നാളത്തെ ദിവസം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു കറുത്ത ദിനം തന്നെയാണ്. മുനീർ സാർ പറഞ്ഞ പോലെ നമ്മൾ ആവർത്തിച്ച് പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇന്ന് നെഹ്റുവിൻ്റെ ചരമവാർഷികമാണ്. 59 വർഷമായി നെഹ്റു മരണപ്പെട്ടിട്ട്. പുതിയ കഥകൾ മെനയുന്നതിന് വേണ്ടി പല സിനിമകളും പല നറേറ്റീവുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം അതൊരു കൊലപാതകമാണെന്ന് തെളിയിക്കാൻ ശാസ്ത്രി എന്ന് പറയുന്ന ഒരു സിനിമ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലേക്കൊക്കെ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന സിദ്ധാന്തങ്ങളിലൂടെ പോകുന്ന സമയത്ത് ചരിത്രത്തെ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം, പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയും ആളുകളെ എളുപ്പത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള 1-to-1 കമ്മ്യൂണിക്കേഷനിൽ വന്ന് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ കളിയാക്കി വിളിക്കുന്ന, വാട്സാപ്പ് അമ്മാവന്മാരെന്നൊക്കെ വിളിക്കുന്ന ആളുകളുടെ ഇടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ആശയപ്രചരണങ്ങളെയും പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു മെസ്സേജ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ കണ്ടാൽ അതിനെതിരെ പറയാൻ നിങ്ങളെപ്പോലെ ഗസറ്റഡ് റാങ്കിലുള്ള ഒരു വിഷയത്തെപ്പറ്റി അറിയാനും പ്രതികരിക്കാനും ശേഷിയുള്ള കോൺഗ്രസ്സുകാർ മടിച്ചാൽ സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ മടിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ആശയപ്രചരണത്തിൻ്റെ മുൻനിരയിൽ നിൽക്കാൻ KGOU പോലുള്ളൊരു സംഘടനയ്ക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന വലിയ ഒരു പ്രക്രിയയുടെ ഭാഗമാകാൻ തയ്യാറെടുക്കുക എന്നുള്ളതാണ് 1925 100-ാം വാർഷികം ആഘോഷിക്കുന്ന 2025 അവരുടെ ദ എൻഡ് ഗെയിം എന്ന് വിളിക്കുന്ന ഒടുക്കത്തെ കളിക്ക് വേണ്ടി അവർ തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് കോൺഗ്രസ് രാഷ്ട്രീയം പറയേണ്ടത് എന്ന് രൂപപ്പെടേണ്ടുന്നത് നമ്മുടെ ആശയങ്ങളിൽ നിന്നും കൂടിയാണ് എന്നുള്ളത് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റ് ഇവരോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും മറ്റുമായുള്ള സമയം നീക്കിവെക്കാമെന്ന് കരുതിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു ഡോക്ടർ സരീൻ. അദ്ദേഹം പറഞ്ഞ ഈ നൂറ്റാണ്ടിൻ്റെ ഗാന്ധിയായി രാഹുൽ ഗാന്ധി വളർന്നു കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന, ഓരോരുത്തരുടെ മനസ്സിൽ വലിയ സന്തോഷവും ആത്മവിശ്വാസം തരുന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. നെക്സ്റ്റ് ഈസ് എൻ ഇൻട്രാക്ഷൻ സെഷൻ ഫോർ യു. You can discuss with this eminent personalities. This is an opportunity for you. I invite all the participants for this discussion. If you have any doubts or any questions to the dignitaries, you can ask. You can interact with them. This is the time for. You have asked any questions relating to fascism, anti-fascism? എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് സരൺ സാറിൻ്റെ അടുത്താണ്. ഇപ്പം അങ്ങ് സൂചിപ്പിച്ചു ബാലഗോകുലത്തിൽ പോയിട്ടുള്ള കൊണ്ടാണ് നമുക്ക് ഇവിടെ കടന്നുകയറ്റം ഉണ്ടായത്. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള മൂവ്മെൻറ്റിൽ പോയാലും സ്വതന്ത്രമായ നിലപാടുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും. അതിനെ ചെറുക്കാൻ കോൺഗ്രസ് പ്രസ്ഥാനമോ പിന്നെ ജനാധിപത്യത്തിലുള്ള പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടല്ലേ അങ്ങനെയുള്ള കടന്നുകയറ്റം ഉണ്ടായത്? ഞാൻ പറഞ്ഞത് ഏക കാരണം എന്നല്ല, ഒരു പ്രധാന കാരണം എന്നുള്ളതാണ്. മാത്രമല്ല ആ മൂവ്മെൻറ്റിനെ
സമാന്തരമായി നേരിടാൻ ജവഹർ ബാലജനവേദി ഉണ്ടാവാൻ 2006 വരെ സമയമെടുത്തു നമ്മൾ. അതാണിപ്പോൾ ഇന്ത്യയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ജവഹർ ബാല മഞ്ച് JBM എന്നുള്ള പേരിലേക്ക് നമ്മൾ മാറ്റിയെടുത്തത്, എല്ലാ സംസ്ഥാനങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ റിക്രിയേഷണൽ ആയിട്ടുള്ള സന്തോഷങ്ങളെ, അത് കാണുമ്പോൾ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന വികാരങ്ങളെ ഒക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ള പൊളിറ്റിക്കൽ അജണ്ടയായിരുന്നു. അതിലേക്ക് അറിയാതെയാണെങ്കിലും വീണു പോയതിനെ ചെറുക്കാൻ നമുക്ക് സംഘടിതമായി മറ്റൊരു പ്ലാനുമായി മുന്നോട്ട് വരാൻ സാധിക്കാതെ പോയതിൻ്റെ പരാജയം, അതിലേക്ക് വിടരുത് എന്നല്ല അതിൻ്റെ അർത്ഥം. പകരം സമാന്തരമായി എങ്ങനെയാണ് നമ്മളിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് സ്വാതന്ത്ര്യത്തെ പറ്റിയും ഗാന്ധിയെ പറ്റിയും ഈ രാജ്യത്തെ പറ്റിയും തന്നെ യഥാർത്ഥ ചിത്രങ്ങൾ പങ്കുവെക്കേണ്ടത് എന്നുള്ളതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് സൂചന. ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യണം, അതുകൊണ്ട് ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിക്കണേ. മലയാളത്തിൽ ചോദിച്ചാൽ മതി. ആ ചോദ്യം ഞാൻ അവർക്ക് മൊഴിമാറ്റം ചെയ്തു കൊടുക്കാം. നിങ്ങൾ ചോദിക്കണം, നിങ്ങളുടെ മനസ്സിലുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വന്നിരിക്കുന്നത് കേവലം 2 വ്യക്തികളല്ല. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ചോദ്യങ്ങളില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഏതൊക്കെയോ ഉത്തരങ്ങൾ തൃപ്തിപ്പെടുത്തുന്നു എന്നാണ്. ആശിഷ് കേതൻജി, താങ്കൾക്ക് ഇപ്പോഴും ഭയമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ താങ്കൾ തയ്യാറാണോ ഈ ആന്റി ഫാസിസ്റ്റ് മൂവ്മെന്റിനെ ലീഡ് ചെയ്തുകൊണ്ട്? Ashish Kedanji, his question is, are you fearful of the fascist state? That's the first part of his question. And second part is, are you ready to wage one more election in the coming Lok Sabha 2024 elections? No, personally, I have not feared the state at any point of time in my life. I try to keep my nose clean, so I'm not fearful of any state. They have tried their best in the past, they can again try their best in the future. As far as contesting elections is concerned, I don't think I am ready for contesting another round of election because, fight against fascism is beyond elections. It's a much bigger fight. Election is only one way of fighting, which is an important way of fighting. And there are a lot of people, able people who are doing that. I will try and do and continue with the fight in my own ways, but not the election in the immediate future. രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യവും ഡറോ മത് എന്നാണ്. ഡോണ്ട് ബി ഫിയർഫുൾ, ബി ഫിയർലെസ്. ഈ മുദ്രാവാക്യം നമ്മൾ എങ്ങനെയാണ് ഏറ്റെടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം. So you both are the victims of invasion of fascism, and we discussed about fascism. What are the steps we have been taken to fight against this fascism? What are the preliminary steps, and how can be avoided from this country? Well, Shweta is a bigger victim of fascism. I am a victim in an indirect way because when you fight against these forces, your opportunities of gainful employment, they really shrink. So I am an indirect victim. She is a bigger victim because I have not seen a more concocted case than the one that was put against Sanjeev. Having said that, how to continue the fight? I think first I would like to say that Bharat Jodo Yatra was one of the great initiatives that Rahul Gandhi took, and it just showed the way that how the fight can be fought. It was a brave, hope-inspiring initiative. It tried to bring people together on a single platform. And second, as somebody had said, that eternal vigilance is the cost that you pay for your liberty. We all have to be eternally vigilant. There were some people who did not see the rise of fascism, and they somehow allowed this to come and gain control over the levels of power in the name of development, in the name of economic reforms, in the name of turning India into a land of milk and honey. So there were some people, also people from the liberal class, who got complicit, who were not happy with the UP, and they got complicit, and they did not see the dangers of fascism. And I would say that we all have to be eternally vigilant and never let our guards down, and we have to keep fighting it.
And each of us, no matter who we are, whether we are teachers, lawyers, professors, doctors, government employees, common citizens, we all have an important role to play in this fight. And we can fight against in our own ways, on different ways, in a daily life, in a daily conduct. First of all, we are not victims. Sanjeev is targeted, yes, but we are fighters. So, and we are going to fight this till we bring to a logical end. So one thing. Second thing, this time I think they have underestimated the power of a woman, a power of a mother, a power of a wife. I am not going to let them go just like that. They have destroyed my home, my husband and everything, and I will see to it that they are made powerless, and with the support of all of you, we will achieve it. So we will just not let them go. This question is, in the fight against fascism, how far have political parties come forward and then supported your cause, rather than the activists or individuals or NGOs and all? How far the mainstream political parties have lent their support to your fight? This is a chosen fight. This was a fight chosen by Sanjeev Bhatt. He thought that certain things were not proper, and he has to fight for this. He has to fight for the minorities. Can you listen? Yeah. He has to be the voice of many, and he did so. Now, in his absence, I am the one who is fighting on his behalf. The only difference is that he fought for the country and the people of the country. I am fighting for my husband. So a bit selfish, but that thing, I think I should be allowed that much as a wife. So one thing. And what was the second thing did you ask? Yeah, almost all the parties are in support of us, but we are into a legal loop right now. Unless and until we don't get a bail, we cannot come out of the jail. So these things, they are making it very difficult for us. See, in the Sessions Court, if we go for bail, it is a day's process. But they would stretch it for 3 months. Then they would sit on it. The judge would sit on it. Then they would give the judgment after 2 months. So 5 months in the Sessions Court. Then ultimately they reject our bail. Then we go to the High Court. Same process continues. So 5-6 months there. Then we go to the Supreme Court. Same process. My petition or a matter does not travel beyond registry in the Supreme Court. So it takes months and months, then ultimately gets rejected by some judge who is about to retire, or who is been given something that you would be made MP or you would be made a mayor or whatever. So same thing happened with Judge Khanwilkar, second M.R. Shah. So both of them, before 2 days of their retirement, all our petitions land up in their court and they dismiss all of them without hearing. So again we come down to the Sessions Court. So we are into a legal loop. But as far as the support is concerned, Sanjeev Bhatt is concerned, you won't believe people from BJP also support us. So that is the thing. Everybody knows that what is happening is wrong, and a wrong is a wrong. See, when I came here last and I met the CM, he literally came out and said that as far as Sanjeev Bhatt is concerned, all the parties in Kerala, we support him. So that is the thing. And I'm extremely thankful to all of them.
ജനങ്ങളെ വഞ്ചിക്കുകയും ഞങ്ങളാണ് RSSനെ എതിർക്കുന്നതെന്ന് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഇവരുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇവരുടെ ശക്തി അറിയാലോ, അതുകൊണ്ട് അത് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതിനെ നമുക്ക് എങ്ങനെ കേരളത്തിൽ മാറ്റിയെടുത്തു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് കേരളത്തിൽ ആദ്യം പറഞ്ഞതിനെ ഇതാണ് നമ്മൾ ലഘൂകരിച്ച് കാണുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം. കേരളത്തിൽ ഉത്തരേന്ത്യ പോലെയൊന്നും ഫാസിസം വന്നിട്ടില്ല എന്ന് നമ്മൾ എന്തിനാണ് ലഘൂകരിക്കുന്നത്? എന്താണ് ഇവിടെ വരേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ചോദ്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. എന്താണ് ഇവിടെ വരേണ്ടത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫാസിസം കേരളത്തിലേക്ക് BJPയുടെ ഫാസിസം തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് CPMന്റെ ഫാസിസം രണ്ടാമത്തെ ഭാഗയുടെ ഉത്തരം പറയാം. BJPയുടെ ഫാസിസം കേരളത്തിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നതിന് നിങ്ങളുടെ ഭാഗത്തുള്ള തെളിവുകൾ എന്താണ്? അതാണോ ഫാസിസത്തിന്റെ മാനദണ്ഡം? നാഷണൽ ലെവലിലും പവറിൽ വന്നപ്പോഴാണല്ലോ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പോലും വരും. ആ അവസരം കിട്ടുന്നത് അവിടെയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, കാരണം ശ്വേത മാമിന് പോകാനുണ്ട്. ഷി ഹാസ് ടു ക്യാച്ച് എ ഫ്ലൈറ്റ്, ഷീ ഈസ് റിട്ടേണിംഗ് ബാക്ക്. സോ ഈ പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുകയാണ്. ഈ പവർ വേണമെന്നൊന്നുമില്ല. അതെന്താ പറയുക, അത് വിസിബിൾ ആവുന്നത് പവർ ഉള്ളപ്പോഴാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. അത് കാണാമറയത്ത് നിന്ന് കാഴ്ചയുടെ ലോകത്തേക്ക് എത്തുന്നത് പവർ ഉള്ളപ്പോഴാണ്. ഒരു രാത്രി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഭരണത്തിൻ്റെ തണലുകൊണ്ടോ ഗുജറാത്തിൽ സംഭവിച്ചതല്ല. അത് പതിറ്റാണ്ടുകളായി ഗുജറാത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു നെറ്റ്വർക്കിൻ്റെയും ഒരു സിസ്റ്റത്തിൻ്റെയും ഒക്കെ ബാക്കി തന്നെയാണ്. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു തുടർ പ്രക്രിയയാണ്. ആ പ്രക്രിയ വിസിബിൾ ആവുന്നത്, അതിന് ഡെമോൺസ്ട്രേഷനുകൾ ഉണ്ടാവുന്നത് അധികാരം ഉണ്ടാകുമ്പോഴാണ് എന്നുള്ളത് ഞാൻ യോജിക്കുന്നു. പകരം അതുവരെ കാത്തിരിക്കണം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്നാണ് അതിൻ്റെ വ്യംഗ്യം, അല്ലേ? അതാണ് അവിടുത്തെ പ്രശ്നവും. അതുവരെ ചെറുക്കേണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യവും. മനസ്സിലായോ ഞാൻ പറയുന്നതിൻ്റെ ആംഗിൾ? മനസ്സിലായോ? അപ്പോൾ അത് ഓൾറെഡി അത് വന്നു കഴിഞ്ഞു കേരളത്തിലെ എന്നും അതിൻ്റെ വിസിബിളായിട്ടുള്ള രീതികൾ ഇപ്പോഴും ഉണ്ട് എന്നും അതിനെ ചെറുക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങണം എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ കേരളത്തിൽ സംഭവിക്കുന്ന പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് CPM എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും അതിനെ എങ്ങനെ എക്സ്പോസ് ചെയ്യാമെന്നുള്ളതും, അവർ ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകരുടെ റോൾ എടുത്താണ് ചെയ്യുന്നതും, കോൺഗ്രസ്സിന് സോഷ്യൽ മീഡിയയിൽ അടക്കം അവരുടെ ആ ക്യാമ്പയിൻ, അവരുടെ ആ പ്രൊപ്പഗാൻഡയെ തോൽപ്പിക്കാൻ പറ്റാത്തതിൻ്റെയും ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിന് ഒരു പരിധിവരെ കാരണം സർക്കാർ ജീവനക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറയാത്ത നിങ്ങളും കൂടിയാണ്. ഞാൻ അങ്ങനെ തന്നെ പറയും. പറയണ്ടേ? പറയാൻ പറ്റില്ല. മനസ്സിലായി. ചട്ടക്കൂടുകൾ ആർക്കൊക്കെ ബാധകം? എന്താ പറഞ്ഞ അവിടെ മറുപടി? അവർ പ്രതിപക്ഷത്തിരുന്നാലും അവർക്കത് ബാധകമാണോ? അല്ല, നിങ്ങൾ തല്ലൂടാൻ വേണ്ടി പറയുന്നല്ല, നമ്മൾ റിയാലിറ്റി ചെക്ക് നടത്തുകയാണ് ഇവിടെ. ഒരു റിയാലിറ്റി ചെക്ക്. ഓക്കെ, അതൊരു ലാർജർ പിക്ചറാണ്. ഞാനത് ബോധപൂർവം തന്നെ ഒന്ന് കൊളുത്തി വിട്ടതാണ്. ഒരു മിനിറ്റ്, ഞാനത് അവസാനിപ്പിക്കാം. മാഡത്തിന് പോകാനും കൂടി ഉള്ളതുകൊണ്ട്. എനിക്കറിയാം നിങ്ങൾ വലിയൊരു ഫൈറ്റ് നടത്തുന്നുണ്ട്, ഇല്ലാന്നല്ല പറഞ്ഞത്. പക്ഷേ അതിലും വലിയൊരു ഫൈറ്റിന് സമയമായി എന്നാണ് പറയുന്നത്. നിങ്ങൾ അതാണ് തെറ്റിദ്ധരിക്കുന്നത്. വീണ്ടും നിങ്ങൾ ഫൈറ്റേഴ്സ് അല്ല എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല. ഞാൻ എന്താ പറഞ്ഞ്? ഒരു ബിഗർ ഫൈറ്റിനുള്ള സമയമായി എന്നാണ് പറയുന്നത്. അതെന്താ അങ്ങനെ മനസ്സിലാക്കാത്തത്? ഇപ്പൊ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഒരു ലാർജർ ഫൈറ്റിനുള്ള സമയമായി. അത് എങ്ങനെ, ഏത് തരത്തിൽ എന്നുള്ളതിൻ്റെ ഒരു മെക്കാനിസം നമ്മൾ ഒറ്റ നിമിഷത്തിലല്ല, ഇൻസ്റ്റിങ്റ്റീവായിട്ടല്ല അത് വേണ്ടത്. പ്ലാൻഡ് ആയിരിക്കണം. അത് വളരെ പ്രീ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള മൂവ് ആയിരിക്കണം. അത് എങ്ങനെയായിരിക്കണമെന്ന് രാഷ്ട്രീയമായി സംഘടിതമായി കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു മുന്നേറ്റമാണ്. അത് ഞാൻ പറയില്ല, അത് ഭാരത് ജോഡോ യാത്ര അതിൻ്റെ തുടക്കമാണ്. നമ്മൾ പോലും അറിയാതെ ആ ഭാരത് ജോഡോ യാത്രയുടെ ആ മെസ്സേജ് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് ഇപ്പോഴും ചിന്തിച്ചു തുടങ്ങിയിട്ടുമില്ല. അതാണ് വേറൊരു പ്രശ്നം. ആ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെയൊക്കെ മുന്നോട്ട് പോവാം, ആ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്ത് യാത്ര നടത്താം, നമ്മൾ ആലോചിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല. രാഹുൽ ഗാന്ധിക്ക് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടക്കാമെങ്കിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ കൂടെ നടന്നൂടെ? അപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വേറെ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. അത് എന്ത് എന്ന് അടിയന്തരമായി ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. ഓക്കെ.
Thank you, sir. Thank you. നമുക്ക് discussion. We want to. I think we want to stop the discussion here because she want to leave. അതല്ല അവർക്ക് ശ്വേത ഭട്ട് മാഡത്തിന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ലീവ് ചെയ്യണം. അവർ എയർപോർട്ടിൽ എത്താനുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാനുണ്ട്. ഐ ഇൻവൈറ്റ് മിസ്റ്റർ ബിനോജ് ടു ഡെലിവർ വോട്ട് ഓഫ് താങ്ക്സ്. ആദരണീയായ യോഗത്തിൻ്റെ അധ്യക്ഷ ബീന ഭൂവത്തിൽ മാഡം, ഇന്ന് ജനാധിപത്യത്തിന്മേൽ ഫാസിസത്തിൻ്റെ അധിനിവേശം എന്ന വിഷയത്തെപ്പറ്റി വളരെ വിശദമായി സംസാരിച്ച ശ്രീ ആശിഷ് കേത്തൻ, ശ്രീമതി ശ്വേത ഭട്ട്, ആദരണീയനായ MLA ശ്രീ MK മുനീർ, ഡോക്ടർ പി സരിൻ, KGUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ഹാരിസ് സാറ്, ജനറൽ സെക്രട്ടറി സുബ്രഹ്മണ്യൻ സാർ അടക്കമുള്ള സംസ്ഥാന ഭാരവാഹികൾ, പ്രിയപ്പെട്ട ക്യാമ്പംഗങ്ങളെ, കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയന്റെ ക്യാമ്പിനെ സംബന്ധിക്കുന്ന തങ്കലിപികളിൽ എഴുതിപ്പെടാൻ പറ്റുന്ന ഒരു സെമിനാറാണ് ഇന്നിവിടെ കഴിഞ്ഞിരിക്കുന്നത്. കാലിക പ്രസിദ്ധമായ ഒരു വിഷയത്തെപ്പറ്റി തീർച്ചയായും ഈ സെമിനാറിൽ ഉണ്ടാകണം എന്ന് പ്രോഗ്രാം കമ്മിറ്റി വളരെ വിശദമായി ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള നേതാക്കന്മാരെ കൊണ്ടുവരണം എന്ന് ചർച്ച ചെയ്തു. എന്തായാലും നമ്മളെ ഉദ്ദേശിച്ച പല ആളുകളെയും നമ്മൾ ഉദ്ദേശിച്ചിരുന്നു, ചിലർക്കൊക്കെ അസൗകര്യമുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും നമ്മൾ വിളിച്ചിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള 4 വ്യക്തികളും ഇവിടെ എത്തി വളരെ മനോഹരമായ രീതിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഫാസിസത്തിന്റെ കടന്നുകയറ്റം എന്ന വിഷയത്തെപ്പറ്റി സംസാരിച്ചു വരികയാണ്. ഇന്ന് ക്യാമ്പിന് വരാത്തവരെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുന്ന ഈ കാലഘട്ടത്തിൽ ചൗക്കിദാർ ചോർ എന്ന് വിളിച്ചു പറയുവാൻ ആർജവമുള്ള ഒരു ജനാധിപത്യ ചേരിയിലുള്ള വ്യക്തികളെ പരിപോഷിപ്പിച്ചെടുക്കുവാൻ ഒരു സർവീസ് സംഘടന മുന്നിട്ടിറങ്ങി എന്നുള്ളത് തന്നെ വളരെ അഭിമാനകരമായ കാര്യമാണ്. മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ ചെയ്തത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. ഭക്ഷണത്തിൻ്റെ വിളികൾ എല്ലാവർക്കും എത്തിയതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നില്ല. ഇന്നിവിടെ എത്തി മനോഹരമായ ഈ സെമിനാറിന് മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ശ്രീ ആശിഷ് കേത്തൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ അടിച്ചമർത്താൻ നോക്കുന്ന ഈ കാലഘട്ടത്തിൽ യാതൊരു വിധ ബാഹ്യശക്തികൾക്കും പിടികൊടുക്കാതെ ഫാസിസത്തിനെതിരായുള്ള പോരാട്ടത്തിൽ മുന്നണി പോരാളിയായി നിൽക്കുന്ന ശ്രീ ആശിഷ് കേത്തൻ ഇന്നിവിടെ വളരെ വിശദമായിട്ട് എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഫാസിസ്റ്റ് ചിന്താഗതിയുടെ കടന്നുകയറ്റം എന്ന വിഷയം ഇവിടെ അവതരിപ്പിച്ച അദ്ദേഹത്തോട് കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയന് നന്ദിയുണ്ട്. ശ്രീ ആശിഷ് കേത്തൻ ഹാസ് presented here a detailed talk in Indian democracy and the invasion of fascism in it. Let me extend my sincere thanks to Mr. Ashish Ketan on behalf of KGOU. ശ്രീമതി ശ്വേത ഭട്ട് തന്റെ ഭർത്താവ് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വ്യതിചലിക്കുന്നതിനായി സമരം നടത്തുമ്പോൾ അതിനെതിരെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ അതിൽ തളരില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ ചവിട്ടിമതിക്കപ്പെടുമ്പോൾ തൻ്റെ സർവസ്വമായ ഭർത്താവിൻ്റെ ജീവന് പോലും ഭീഷണി വന്നത് കാണുമ്പോൾ അതിനൊന്നും വകവയ്ക്കാതെ തന്നെ ഫാസിസത്തിനായ പോരാട്ടങ്ങളിൽ നയിക്കുന്ന ധീരവനിത ഇന്നിവിടെ അവർ വികാരപരമായിട്ട് സംസാരിച്ചു. തൻ്റെ ഭർത്താവിനെ രക്ഷിക്കുന്നതിലുപരി ഈ രാജ്യത്തെ ഫാസിസത്തിൽ നിന്നും വിമോചിപ്പിക്കപ്പെടുവാനാണ് തനിക്ക് താല്പര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ കൃത്യസമയത്ത് എത്തി നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഫാസിസത്തിനായ പ്രസന്റേഷൻ നടത്തിയ ശ്വേത ഭട്ടിനോട് കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ നന്ദിയുണ്ട്. മാഡത്തിന്റെ എല്ലാവിധ ഫൈറ്റിനും ഞങ്ങൾ എന്നും KGOU കേരള ഗസറ്റ് ഓഫീസ് യൂണിയൻ പിന്നിലുണ്ടാകും എന്ന് ഞാൻ പറയുകയാണ്. ശ്രീമതി ശ്വേത ഭട്ട് also presented here the matter in the way. Let me extend my sincere thanks to Shweta Bhatt on behalf of KGOU, and we will stay with you and will fight for brightening justice. Sanjeev Bhatt, thank you. അതുപോലെ തന്നെ ജനാധിപത്യ ചേരിയിൽ എക്കാലവും നമ്മളെല്ലാം വളരെ ബഹുമാനപൂർവ്വം കാണുന്ന നമ്മുടെ MK മുനീർ സാഹിബ്, UDFിലെ ഏറ്റവും കരുത്തുറ്റുള്ള
കാതലായ സത്യസന്ധതയുടെ ആൾരൂപം. ഇന്നിവിടെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് ഫാസിസം കടന്നു കയറുന്നത് വളരെ വിശദമായിട്ട് വളരെ സരസമായിട്ട് അവതരിപ്പിച്ചു. അദ്ദേഹം എന്നും KGUവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഞങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന നേതാവാണ്. ഇന്നിവിടെ കൃത്യസമയത്ത് എത്തിച്ചേർന്ന അദ്ദേഹം ഇവിടെ ഒരു പ്രസന്റേഷൻ നടത്തി. അദ്ദേഹത്തിന് കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയന്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഡോക്ടർ പി സരിൻ, KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്റർ. നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിത അഭിലാഷം അല്ലെങ്കിൽ ജീവിത സ്വപ്നം മനോഹരമായ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഒരു ജോലി കിട്ടുമ്പോൾ അതെല്ലാം വലിച്ചെറിയപ്പെട്ട് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട വളരെ അറിവും ഉള്ള ചെറുപ്പക്കാരൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് നിന്ന് നിസ്സാരമായ വോട്ടുകൾക്ക് തോറ്റെങ്കിലും വരും കാലത്തിൽ കേരളത്തിൻ്റെ ഒരു MLA ആകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഇടതുപക്ഷം, ഞാൻ ശ്രീകൃഷ്ണ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് വർക്ക് ചെയ്ത ഒരാളാണ്. എനിക്കറിയാം ആ മണ്ഡലത്തിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് തീർത്തും ഇടതുപക്ഷമായിട്ടുള്ള ഒരു മണ്ഡലമാണെന്നുള്ള കാര്യത്തിലും സംശയമില്ല. വരും കാലങ്ങളിൽ കേരളത്തിൻ്റെ നിയമസഭയിൽ അദ്ദേഹം ഉണ്ടാകും. കാരണം ഇതേപോലെയുള്ള ഒരു മണ്ഡലം ആണ് എൻ്റെ സമയമുള്ള കരുനാഗപ്പള്ളി. അവിടെ CR മഹേഷ് നടത്തിയുള്ള വർക്ക് സാർ ചെയ്യും. അടുത്ത വർഷം അവിടെ MLA ആയി തീരും. അതിനെ ആശംസിക്കുന്നു. ഇന്നിവിടെ വളരെ കാതലോടും കൂടി ജനാധിപത്യത്തിൻ്റെ ഫാസിസം കടന്നു കയറുന്ന വിധങ്ങളെ പറ്റി വളരെ വിശദമായി സംസാരിച്ചു. ഇനിയും ഞങ്ങൾ കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ്റെ പരിപാടിയിൽ സാറിനെ വിളിക്കും. ഇവിടെ എത്തിച്ചേർന്ന് ഇവിടെ പ്രസന്റ് ചെയ്ത സാറിനുള്ള നന്ദി കേരള ഗസറ്റ് ഓഫീസേഴ്സ് യൂണിയൻ്റെ പേരിൽ ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ബീന പൂവത്തിൽ മാഡം, വനിതാ ശാക്തീകരണത്തിന് മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ വളരെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ബീന പൂവത്തിൽ മാഡത്തിന് ഔപചാരിക പേരിൽ ഞാൻ ഈ യോഗത്തിന് നന്ദി കടന്നു. അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, അതുപോലെ രാജേഷ് സാർ സ്വാഗതം പറഞ്ഞ അതുപോലെ എല്ലാ ഭാരവാഹികൾക്കും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഗ്രാമങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ സെഷനുകളും നിങ്ങൾ പ്രയോജനപ്പെടുത്തിയെടുക്കുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, respected dignitaries. We have a gift for you. This is a Kerala traditional compliment. This is not made by glass, but with the different types of metals melting with. This is a traditional compliment for you. I invite Ashish Kedan to receive our gift. Thank you all. നമുക്കിനി ഉച്ചഭക്ഷണത്തിന് ശേഷം 2:30 നമുക്ക്